പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയെ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ലോകം മുഴുവനും ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കള്, ഇന്ന് കടന്നു പോകുന്ന ഓരോ വഴികള്, ഓരോ ഉദ്യമങ്ങൾ, ഓരോ ജീവിത ലക്ഷ്യങ്ങൾ, അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ സാന്നിധ്യം, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, ഈ മക്കളുടെ കൂടെ പോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്നവരെ എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുന്ന, ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും അവർ പഠിച്ചിരിക്കുന്ന മനസ്സിൽ ഓർത്തിരിക്കുന്ന പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാനും പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെയും കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു.
നിങ്ങളുടെ കഴിവിൻ്റെ അപ്പുറം ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിച്ചുകൊണ്ട് ഉന്നതമായ വിജയം കൈവരിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളിൽപ്പെട്ടിരിക്കുന്നവർ, കലഹങ്ങളുള്ളവർ, കുടുംബത്തിൽ പലതരത്തിലുള്ള വഴക്കുകളും അസമാധാനം നിലനിൽക്കുന്നവർ, രോഗികൾ, പീഡിതർ, ആശുപത്രിയിൽ നിന്ന് ഇതുവരെ പോരാത്തവർ, ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ, ടെസ്റ്റിന് കൊടുത്തിരിക്കുന്നവർ, കൾച്ചറിന് കൊടുത്തിരിക്കുന്നവർ, ബയോപ്സി കൊടുത്തിരിക്കുന്നവർ, കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ദൈവത്തിലെ ഞാൻ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുക്രിസ്തു നിന്നെ ആശീർവദിക്കുന്നു. നിൻ്റെ ജോലികൾ, വീടുകൾ, വിൽക്കാത്ത സ്ഥലങ്ങൾ, നഷ്ടപ്പെട്ട ജോലികൾ, ക്യാൻസലായ വിസകൾ എല്ലാം ഈശോ ഏറ്റെടുക്കുകയും നിൻ്റെ കുടുംബം നിലനിർത്തുകയും ചെയ്യട്ടെ. മക്കളില്ലാത്തവരെ ആശീർവദിക്കുന്നു, വിവാഹം ഒത്തുവരാത്തവരെ ആശീർവദിക്കുന്നു. റബ്ബറിൽ നിന്നും, കേര കർഷകരിൽ നിന്നും, മത്സ്യത്തൊഴിലാളികളിൽ നിന്നും, തൊഴിൽ നഷ്ടപ്പെട്ടവരെയും വരുമാനം കുറഞ്ഞു പോയവരെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെതുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഞാൻ നിന്നെ ആശീർവദിക്കും. ധൂർത്തപുത്രൻ്റെ കഥകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തില്ലേ ഇല്ലേ? അപ്പോൾ അതിൻ്റെ അകത്തൊരു വാൽക്കഷ്ണം വന്നിട്ടുണ്ട്. ഇടയ്ക്കുള്ള അതായത് പ്രസവിച്ചില്ലേ, ധൂർത്തപുത്രൻ്റെ അയാൾ വന്നിട്ട് പറയണേ എന്താ? ആര്? ഇളയ മകൻ വന്നിട്ട് അപ്പനോട് പറയുന്നതാ, അങ്ങയുടെ ദാസൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അല്ലെ, അങ്ങനെ പറയണില്ലേ? അങ്ങനെ ഇപ്പോഴാണ് ദാസനാകാൻ പോണതേ. ലുക്ക 15:19 നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല, നിന്റെ ദാസരിൽ ഒരുവനായി. അപ്പൊ ഇനി മുതൽ പുള്ളിയെ ചെയ്യാൻ പോവുകയാണ്. എന്താണ്? നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അപ്പൊ അത് ഇനി മുതലാണ്. ഞാൻ ഇനി യോഗ്യനല്ല, അതുകൊണ്ട് ഇനി മുതൽ എന്നെ ദാസനായി സ്വീകരിക്കണമെന്നാണ്, അല്ലേ? പക്ഷെ ഇവിടെ വേറെ കാര്യമുണ്ടല്ലോ. ആദ്യം മുതലേ ദാസ്യ പേര് ചെയ്യണ ആളുണ്ടല്ലോ. അയാളെന്താ പറയണത്? മൂത്ത മകൻ 15:29 വായിച്ച് ലൂക്ക. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, മൂത്ത മകൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല. അതാണ് പ്രശ്നം. ഇവൻ പറയണേ, ഈ മൂത്തവൻ പറയണത് ഞാൻ ഇനി അങ്ങയുടെ ദാസനായി ജീവിച്ചോളാന്ന്. അപ്പൊ ഇനി മുതലാണ് പുള്ളി എല്ലാം മുടിഞ്ഞ് തേച്ച് കഴുകി വന്നപ്പോഴാണ് ഇനി മുതൽ ദാസനാണ്. പക്ഷെ നേരത്തെ തന്നെ ജീവിതകാലം മുഴുവൻ ദാസനായ ഒരു മനുഷ്യനാണ് മൂത്തവൻ. ഞാൻ എത്ര കാലമായി നിനക്ക് വേണ്ടി ദാസ്യവേല ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ദൈവമായിട്ട് ഡീലിങ്സിൽ ഒരു ദിവസത്തെ ബിസിനസ് അല്ലെങ്കിൽ ജോലി കഴിയുമ്പോൾ ഈ കണക്ക് വെക്കുമ്പോൾ എന്ത് വരുമെന്നറിയാമോ? ദൈവം ഇങ്ങോട്ട് തരാനുണ്ടാകണം, അല്ലാതെ നമ്മൾ അങ്ങോട്ട് കൊടുക്കാനുണ്ടാകരുത്. അത് നമ്മൾ അതാ ദിവസം ശ്രദ്ധിച്ചാൽ മതി. അവസാനം നമ്മൾ ഉറങ്ങാൻ നേരത്തെ, കണക്ക് വെക്കാൻ നേരത്തെ കർത്താവ് നമുക്ക് കടക്കാരനാകണം. അതാണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അല്ലാതെ നമ്മൾ ദൈവത്തിന് കൊടുക്കാൻ ഉണ്ടാകരുത്. ഇപ്പം മൂത്തമ്മൻ്റെ വിജയം അതാണേ. അയാൾ പറഞ്ഞത് എന്താണ്? ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല, എങ്കിലും എന്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലും നീ എനിക്ക് തന്നില്ലല്ലോ. അപ്പൊ കണക്ക് വെച്ചപ്പോ എന്ത് പറ്റി? അവനൊന്നും അങ്ങോട്ട് കൊടുക്കാനുമില്ല, അപ്പൻ ഇങ്ങോട്ട് തരാനേ ഉള്ളൂ. ഇങ്ങനെയാണ് ആ കണക്ക് അവസാനിക്കണത്. പക്ഷെ ആ കണക്കിൽ തെറ്റൊന്നുമില്ല. അപ്പൻ ഇവന് ഡെയിലി പേയ്മെന്റ് നടത്തണില്ലേ? ഇവനൊരു ദിവസക്കൂലിക്കാരനായിട്ട് കണ്ടില്ലെന്നേ ഉള്ളൂ. ദിവസക്കൂലിക്കാരനാണല്ലോ അന്നന്ന് കണക്ക് തീർക്കണത്. അപ്പൻ അന്നന്ന് കണക്ക് തീർത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ ആ ബന്ധം എന്താണ്? എൻ്റെ മകനെ, ശാശ്വതമാണ് ഈ ബന്ധം കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മകനെ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. ലൂക്ക 15:31. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെയുണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിന്റേതാണ്. അക്കൗണ്ട് വന്നപ്പോൾ എന്ത് പറ്റി? ഈ നിത്യത എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എല്ലാം റീഫണ്ടബിൾ ആവും. അതുകൊണ്ട് എപ്പോഴും ഓർത്തേക്കണം കേട്ടോ. കർത്താവ് കാഷ് ആൻഡ് കൈൻഡായിട്ട് ഈ ഭൂമി വെച്ച് തന്നെ എല്ലാം പേയ്മെന്റ് ചെയ്യണമെന്ന് നിങ്ങൾ ചാട്ടി പിടിക്കരുത്. കുറച്ച് നമുക്ക് തിരിച്ചു തരാനുണ്ടാകണം. ആ രീതി വേണം കണക്കുകൾ അവസാനിക്കാൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായി യേശുക്രിസ്തു നാമത്തിൽ ഉയർത്തിയതിന്
അമ്മ മാതാവിനും തിരുകുമാരനും ഞങ്ങൾ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജിനു, ഇതെൻ്റെ ഹസ്ബൻഡ് സാജൻ. ഞങ്ങൾ അങ്കമാലിയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഉടമ്പടി എടുത്തത് 9/5/2023 ഉടമ്പടി ഞങ്ങളെ പ്രാർത്ഥന എന്താണെന്ന് പഠിപ്പിച്ചു. ഞങ്ങൾ ഒരു യാക്കോബായി വിശ്വാസിയാണ്. ഞങ്ങളങ്ങനെ കൃത്യമായി പ്രാർത്ഥിക്കാറൊന്നുമില്ല. മൗനമായിട്ട് കിടക്കുന്നതിന് മുമ്പൊന്ന് പ്രാർത്ഥിക്കും, അതുപോലെ തന്നെ എഴുന്നേൽക്കുന്നതിന് മുമ്പൊന്ന് മൗനമായി പ്രാർത്ഥിക്കും. അത്രയായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. എന്നാൽ ഞങ്ങൾ ഉടമ്പടി എടുത്തു അന്ന് മുതൽ എന്താണ് പ്രാർത്ഥന എന്നും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും അമ്മ മാതാവും തിരുകുമാരനും ഞങ്ങളെ പഠിപ്പിച്ചു. അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ഒന്നിച്ചാണ്. ഞങ്ങൾ ഒന്നിച്ചുള്ള സമയത്തെല്ലാം കുടുംബ പ്രാർത്ഥന ഒന്നിച്ചാണ് ചെയ്യുന്നത്. ഉടമ്പടി വഴി എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയിൽ വലിയൊരു മിറാക്കിൾ സംഭവിച്ചു. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അതെൻ്റെ ഹസ്ബൻഡ് എന്നെ വെളിപ്പെടുത്തും. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് സാജൻ. ഞാൻ MSc ഷിപ്പിംഗ് കമ്പനിയിൽ ക്യാബിൻ സ്റ്റ്യൂവർഡായിട്ട് വർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ കോൺട്രാക്റ്റ് എനിക്കുണ്ടായ ഒരു അത്ഭുതമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എനിക്ക് രണ്ടാമത്തെ കോൺട്രാക്റ്റിൽ എനിക്ക് കിട്ടിയ സെക്ഷൻ വലിയൊരു സെക്ഷനായിരുന്നു, 20 ക്യാബിനായിട്ട്. എനിക്ക് 8 മാസത്തെ കോൺട്രാക്റ്റായിരുന്നു. അപ്പോൾ ആ സെക്ഷനിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരുന്നു. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആ സെക്ഷനിൽ നിന്ന് കംപ്ലയിൻറ്റ് വരികയും അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ എൻ്റെ സൂപ്പർവൈസറോട് ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്തു. സൂപ്പർവൈസർ എൻ്റെ സെക്ഷൻ മാറ്റാമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ ഒരു ദിവസം എനിക്ക് എൻ്റെ സെക്ഷനിൽ വലിയൊരു കംപ്ലയിൻ്റ് ഉണ്ടായി. അപ്പോൾ എൻ്റെ സൂപ്പർവൈസർ എന്നെ വിളിച്ചിട്ട് അതിനെപ്പറ്റി അന്വേഷിച്ചു. അപ്പോൾ സൂപ്പർവൈസർ ചോദിച്ചു, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ സെക്ഷനിൽ, കംപ്ലയിൻറ്റ് വരാനുള്ള കാരണം ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ കാരണം പറഞ്ഞു, ഞാൻ ഓൾറെഡി 4 മാസമായ സെക്ഷനിൽ ഞാൻ പലവട്ടം സൂപ്പർവൈസറോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെക്ഷൻ മാറ്റാനായിട്ട്, പക്ഷേ അതിനൊരു നടപടിയും ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ പുതിയ സൂപ്പർവൈസർ എന്നോട് പറഞ്ഞു, നീ നിൻ്റെ സെക്ഷൻ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് നിൻ്റെ ചീഫ് ഒന്ന് സെക്ഷൻ ചെക്ക് ചെയ്ത് നീ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ സെക്ഷൻ മാറ്റാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സെക്ഷൻ നന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം ഈവനിങ് ഞാൻ ഈ കാര്യം ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു. അപ്പോൾ വൈഫ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാനും പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാനിത് വൈഫിനോട് പറയുന്നത് ഒരു ശനിയാഴ്ചയാണ്. അപ്പോൾ വൈഫ് ചൊവ്വാഴ്ച പരിശുദ്ധ ഇവിടെ ഉടമ്പടി ധ്യാനമുണ്ട്. അപ്പോൾ വൈഫ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ചൊവ്വാഴ്ച. അപ്പം ഞാൻ തിങ്കളാഴ്ച വൈകിട്ട് ഓഫീസിൽ ചെല്ലുമ്പോൾ സൂപ്പർവൈസർ എന്നോട് പറഞ്ഞു, നീ കീ എടുക്കണ്ട, നിന്നെ സെക്ഷൻ മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കാരണം ചോദിച്ചപ്പോൾ കംപ്ലയിൻ്റ് ഒന്നുമല്ല, നിന്നെ വേറെ സെക്ഷനിലോട്ട് മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ പുതിയ സെക്ഷൻ്റെ റിപ്പോർട്ട് കയ്യിൽ തന്നു. വലിയ അത്ഭുതം എന്ന് പറയട്ടെ, 20 ക്യാബിൻ ഉണ്ടായിരുന്ന സ്ഥാനത്ത് നിന്ന് എനിക്ക് വെറും 18 ക്യാബിനായിട്ട് 18 ക്യാബിനുള്ള ചെറിയൊരു സെക്ഷൻ കിട്ടി. അപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും എളുപ്പം 18 ക്യാബിൻ, എനിക്ക് എൻ്റെ ലിഫ്റ്റ് എല്ലാം അടുത്ത് തന്നെ. എൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ. എനിക്ക് ഹൗസ് കീപ്പിംഗ് ഓഫീസിൽ പോകാൻ എളുപ്പം, എൻ്റെ ക്യാബിലോട്ട് പോകാനായിട്ട് എളുപ്പം, എല്ലാം എളുപ്പം. മുമ്പ് എനിക്ക് എൻ്റെ ബാക്കിലായിരുന്നു സെക്ഷൻ. എനിക്ക് ബാക്കിൽ നിന്ന് ഫ്രണ്ട് വരെ നടക്കണമായിരുന്നു, ഓഫീസിൽ പോകാനാണെങ്കിലും എൻ്റെ ക്യാബിലോട്ട് പോകണമെങ്കിലും. ഇത് വലിയൊരു അത്ഭുതമാണ്. സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഒരു ദിവസം മുന്നേ, അതും ഇതിൽ മെയിൻ കാരണം എനിക്ക് സെക്ഷൻ റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഓൾറെഡി 3 മാസം കഴിയുമ്പോൾ സൂപ്പർവൈസറോട് റിക്വസ്റ്റ് ചെയ്യണം. അത് നമുക്ക് ഇഷ്ടമുള്ളൊരു സെക്ഷൻ റിക്വസ്റ്റ് ചെയ്യും. ഇവിടെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. സൂപ്പർവൈസർ എനിക്കൊരു സെക്ഷൻ തന്നിട്ട് ഇനി 4 മാസം നിൻ്റെ സെക്ഷൻ അതാന്ന് പറഞ്ഞു. അങ്ങനെ 4 മാസം എനിക്ക് വലിയ സെക്ഷനിലും 4 മാസം എനിക്ക് ചെറിയൊരു സെക്ഷനിലും വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി. എന്നോട് ഹസ്ബൻഡ് പറയുന്നത് ശനിയാഴ്ചയായിരുന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവിൻ്റെ ദിവസമാണ് ചൊവ്വാഴ്ച, അന്ന് ഉടമ്പടി ധ്യാനം നടക്കുന്ന ദിവസമാണ്. അമ്മ മാതാവ് എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഷിപ്പിൽ പോയി. അമ്മ മാതാവ് സഞ്ചാരി മാതാവാണല്ലോ, അമ്മ മാതാവിന് സാധിക്കും അത്. അമ്മ മാതാവ് എൻ്റെ ഹസ്ബൻഡിന് വർക്ക് ചെയ്യുന്ന ഷിപ്പിൽ പോയി എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി സൂപ്പർവൈസറോട് റിക്വസ്റ്റ് ചെയ്യണം ആ സെക്ഷൻ മാറ്റിക്കിടുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ മുട്ടിപ്പായി മാതാവിനോട് പ്രാർത്ഥിച്ചു, ജപമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ചോദിച്ച ഒരു ദിവസത്തിന് മുമ്പേ തിങ്കളാഴ്ച വൈകുന്നേരം ആയപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് സെക്ഷൻ മാറ്റി കിട്ടി. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന സെക്ഷൻ വളരെ ഒരു ചെറിയ സെക്ഷനാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ ഉടമ്പടി സാക്ഷ്യം. ഇത്രയും വലിയൊരു അനുഗ്രഹം അമ്മ മാതാ തന്നതിന് അമ്മ മാതാവും തിരുക്കുമാരനോടും കോടാനുകോടി നന്ദി പറയുന്നു. അടുത്ത എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് എൻ്റെ ഒരു നിയോഗം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ഭവനം വേണമെന്നായിരുന്നു. ഞങ്ങൾ അതിനായിട്ട് തയ്യാറെടുക്കുകയും ഞങ്ങൾ ഭവനം തുടങ്ങുന്നതിന് പ്ലാനെല്ലാം വരച്ചു. അതിനുശേഷം ഞാൻ ബാംഗ്ലൂരായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ
വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോയി. അപ്പോൾ ഈ ഭവനം പണിയുന്നിടയ്ക്ക് കുറേ തടസ്സങ്ങൾ ഞങ്ങൾക്ക് നേരിട്ടായിരുന്നു. പക്ഷേ അമ്മ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ട് 1.5 വർഷം കൊണ്ട് അമ്മ മാതാവ് 1 രൂപ പോലും കടമില്ലാതെ അമ്മ മാതാവ് ഞങ്ങൾക്ക് ഭവനം പൂർത്തിയാക്കാൻ സാധിച്ചു. അതിന് അമ്മ മാതാവിനോട് കോടാനുകോടി നന്ദി പറയുന്നു. ഭവനം പൂർത്തിയായതിനു ശേഷം ഞങ്ങൾക്ക് വീടിൻ്റെ നമ്പർ കിട്ടുന്നില്ലായിരുന്നു. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടൊരു പോക്കറ്റ് റോഡിൻ്റെ സൈഡിലായിരുന്നു. അപ്പം ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ട് മതിൽ കെട്ടിയെടുക്കുന്ന സമയത്ത്, ഫൗണ്ടേഷൻ കെട്ടുന്ന സമയത്ത് കുറച്ച് നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ റോഡ് കയ്യേറി, നിങ്ങൾക്ക് മതിൽ കെട്ടാൻ സാധിക്കില്ല, ഇവിടെ വെച്ച് പണി നിർത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ 2 പേരും നാട്ടിലില്ല. ഞങ്ങളുടെ പപ്പയായിരുന്നു. അതിൻ്റെ പേരിൽ പപ്പയ്ക്ക് വയ്യായിക വന്നു, ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ട് വന്നു. അപ്പം ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ വെക്കേഷന് ക്രിസ്മസിൻ്റെ സമയത്ത് വന്ന സമയത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ആ റോട്ടിലിട്ടിരിക്കുന്ന കല്ലിൽ കുരിശ് വരച്ച് മാതാവിനോട് ഞങ്ങൾ പറഞ്ഞു, അമ്മ മാതാവാണ് ഞങ്ങൾക്കിത് വഴികാട്ടി തരേണ്ടത്, ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അമ്മ മാതാവ് ഇത് ഞങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുട്ടിപ്പായി ആ കല്ലിൽ 10 ദിവസം ഞങ്ങൾക്ക് വെക്കേഷൻ ഉണ്ടായിരുന്നു. 10 ദിവസം ഞങ്ങൾ കുരിശ്, ആ 2 ദിവസം മാത്രമേ ഞങ്ങളവിടെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുള്ളൂ. അങ്ങനെ ഞങ്ങളോട് പഞ്ചായത്തിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ പഞ്ചായത്തുകാർ പറഞ്ഞു, നിങ്ങൾ ആരെക്കൊണ്ടാണോ സ്ഥലം അളപ്പിച്ചത് അയാളെ കൊണ്ട് വന്ന് തന്നെ സ്ഥലം വീണ്ടും അളപ്പിക്കണമെന്ന് പറഞ്ഞു. അതും കംപ്ലൈൻറ്റ് കൊടുത്ത ആളുകളുടെ മുമ്പിൽ വെച്ച് തന്നെ. അങ്ങനെ ഞങ്ങൾ അയാളെ വിളിച്ചു. അയാൾക്ക് തിരക്കായിരുന്നു, വരാൻ സാധിച്ചില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും വിളിച്ചപ്പോൾ അയാൾ വരാമെന്ന് സമ്മതിച്ചു. അതും ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അയാൾ പറഞ്ഞ സമയം വൈകിട്ട് 4:30 അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, മാധവ് നമ്മുടെ കൂടെയുണ്ട്, കാരണം ഉടമ്പടി ധ്യാനം കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്ഥലം അളക്കാൻ അയാൾ വരുന്നത്. അങ്ങനെ അയാൾ ആ കംപ്ലൈൻറ്റ് ചെയ്ത ആളുകളുടെ മുമ്പിൽ വെച്ച് സ്ഥലം അളക്കുകയും ഞങ്ങൾ ഇത്ര സ്പേസ് വിട്ടിട്ടാണ് മതിൽ കെട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞ് അയാൾ മാതാവിൻ്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്കത് പ്രൂവ് ചെയ്ത് തന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കത് പ്രൂവ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് വീടിൻ്റെ നമ്പറും അനുവദിച്ച് കിട്ടി, മതിൽ കെട്ടാനും സാധിച്ചു. ഇത്രയും നല്ല അമ്മദാനം നന്ദി പറയുന്നു. അടുത്ത എൻ്റെ സാക്ഷി എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയം മാർച്ചിൽ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് മാർച്ച് മാസത്തിൽ തന്നെ എൻ്റെ റൈറ്റ് ബ്രസ്റ്റിന് ഭയങ്കരമായിട്ടൊരു വേദന വന്നു. അത് എന്താണെന്നറിയില്ല, കുനിയുമ്പോഴൊക്കെ എനിക്ക് സൂചി കുത്തുന്ന വേദനയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഹസ്ബൻഡ് എൻ്റെ കൂടെ ഇല്ല, ഹസ്ബൻഡ് ഓൾറെഡി ജോയിൻ ചെയ്തിരുന്നു. ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ അമ്മയുടെ ഉടമ്പടി എടുത്ത മകളാണ്, അമ്മ മാതാവ് തന്നെ എനിക്ക് സംരക്ഷണം നൽകണമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ കേൾക്കുന്ന എല്ലാ സാക്ഷ്യങ്ങളും ഇതുപോലെ ഈ ബ്രസ്റ്റിന് വേദന വന്നിട്ട് അവർ ഉടമ്പടി നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് സൗഖ്യം ലഭിച്ച സാക്ഷ്യങ്ങളായിരുന്നു. ആ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ ഇവർക്കെല്ലാവർക്കും അമ്മ മാതാവ് സൗഖ്യം നൽകുന്നുണ്ടല്ലോ, അമ്മ മാതാവേ ഞാനും അമ്മയുടെ ഉടമ്പടിയിലാണ്, എനിക്ക് അമ്മ മാതാവ് സൗഖ്യം നൽകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, എൻ്റെ റൈറ്റ് ബ്രസ്റ്റിൽ ഞാൻ ഉടമ്പടി തൈലം കുരിശ് വെച്ച് പ്രാർത്ഥിച്ചു. കൃത്യം 1 വീക്ക് അതിനുള്ളിൽ അമ്മ മാതാവ് എനിക്ക് ആ വേദന പൂർണ്ണമായി മാറ്റി തന്നു. പിന്നെ അതിനുശേഷം എനിക്ക് ആ വേദന വന്നിട്ടില്ല. ഇതെല്ലാമാണ് എൻ്റെ ഉടമ്പടി സാക്ഷ്യങ്ങൾ. ആത്മീയമായിട്ട് ഒരുപാട് വളരാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾ 2 പേരും അങ്ങനെ ബൈബിൾ വായിക്കുന്ന ആളുകളല്ല. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് സങ്കീർത്തനം ഏതെങ്കിലും ചെറിയൊരു അധ്യായം വായിക്കും, അത്രയേ ഉള്ളായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ എല്ലാ ദിവസവും 1/2 മണിക്കൂർ ബൈബിൾ വായിക്കാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ 2 പേരും ഒന്നിച്ചാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നതും. അതുപോലെ എവിടെയെങ്കിലും നമ്മൾ പുറത്തോട്ട് പോകുകയാണെങ്കിൽ തന്നെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് 2 പേരുടെ നെറ്റിയിൽ ഞങ്ങൾ കുരിശ് വരച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. പിന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞങ്ങൾ കേരളത്തിലും കർണാടകയിലുമാണ് ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തത്. ഇവിടുന്ന് ഞങ്ങൾക്ക് 3 മാസം കൂടുമ്പോൾ വരാൻ പറ്റില്ലായിരുന്നു. എപ്പോഴാണോ വെക്കേഷൻ കിട്ടുന്നത് ആ സമയത്ത് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ കന്നഡ പത്രവും മലയാള പത്രവും വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു. പത്രം തീർന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനം എല്ലാവരും സാക്ഷ്യം പറയുമ്പോൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് മാത്രം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്താ മാതാവേ ചെയ്യുക? അപ്പം പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു, കന്നഡ ഞങ്ങൾക്ക് എഴുതാൻ അറിയില്ല, അപ്പം ഞങ്ങൾ ഇംഗ്ലീഷ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഞങ്ങളുടെ സ്വന്തം കൈ കൊണ്ട് എഴുതി മാതാവിൻ്റെ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് ഫ്രണ്ട് പേജിൽ ഒട്ടിച്ച് ആ ഫ്രണ്ട് പേജ് ഡിസൈൻ ചെയ്ത് ഞങ്ങൾ പള്ളിയിൽ ചെന്ന് ഓരോരുത്തർക്കും മാതാവിനെക്കുറിച്ച് പറഞ്ഞ് അവരുടെ നിയോഗം എന്താണ് നിങ്ങൾ വിഷമിക്കുന്ന ആ നിയോഗം മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ആ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത്. കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്
ഞങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും അവിടെ അമ്മച്ചിമാരോട് കുറേ നേരം സ്പെൻഡ് ചെയ്യുകയും അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്യും. അതുപോലെ ഒരു ദിവസം ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിൽ പോയപ്പോൾ അമ്മച്ചി ഞങ്ങൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ കൊന്തയില്ല, എല്ലാവരുടെയും കയ്യിൽ കൊന്തയുണ്ട്, കൊന്ത ചെല്ലാനായിട്ട് എനിക്കൊരു കൊന്ത വാങ്ങി തരൂ എന്ന് ചോദിച്ചു. പിറ്റേ വട്ടം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ എല്ലാ അമ്മച്ചിമാർക്കും ഇവിടുത്തെ വെഞ്ചരിച്ച കൊന്തയും ആ കാശ് രൂപവും വാങ്ങി കൊടുത്തു. അതവർക്ക് വലിയ സന്തോഷമായി. അതുപോലെ തന്നെ ഞങ്ങൾ മെൻ്റൽ റിട്ടയർഡ് ആയിട്ടുള്ള അവിടെ ചെന്നപ്പോൾ അവർക്കത് പ്രത്യക്ഷീകരണ പ്രവർത്തനങ്ങൾക്ക് വായിക്കാൻ അറിയില്ല. അപ്പം ഞങ്ങളത് അവർക്ക് എഴുതി കൊടുത്ത് അവരോട് പറഞ്ഞു, ഇത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ ലോക്കറ്റ് ഞങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ ബാംഗ്ലൂർ വക്കുന്ന സമയത്ത് അവിടെ പള്ളിയിൽ കുറേ ആളുകൾ ഭിക്ഷാടകരായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് ഞങ്ങൾ മാസത്തിൽ 2 വട്ടം പോയി ഭക്ഷണം കൊടുക്കുകയും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഇതെല്ലാമാണ് എൻ്റെ ഉടമ്പടി, പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും. ഉടമ്പടി വഴി അമ്മ മാതാവും തിരുകുമാരനും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ ജീവിതകാലം മുഴുവനും ഉടമ്പടിയിൽ ഞങ്ങൾ ഒന്നിച്ച് ഉടമ്പടിയിൽ ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ 2 പേരുടെയും ആഗ്രഹം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 26-ാം തിരുവചനം. എല്ലാവരും വിസ്മയഭരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി. അവർ സംഭ്രമത്തോടെ പറഞ്ഞു, അസാധാരണ സംഭവങ്ങൾ ഇന്നു നാം കണ്ടിരിക്കുന്നു. 2026 വർഷം മുൻപ് കണ്ട അതേ വിസ്മയിപ്പിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്, അത്ഭുതങ്ങൾ തന്നെയാണ് ഇന്ന് ഈ അൾത്താരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് കൈമാറിയ സന്ദേശം, ദുരന്തമുണ്ടാകാൻ പോകുന്നു, പ്രാർത്ഥിക്കുക എന്നുള്ള സന്ദേശത്തിൻ്റെ ആ ശക്തമായ പ്രാർത്ഥനയുടെ ഉത്തരങ്ങളാണ് ഇന്ന് അൾത്താരയിൽ പ്രത്യക്ഷീകരണ സാക്ഷ്യങ്ങളായി സഹോദരങ്ങൾ ഏറ്റുപറയുന്നത്. ജിനു, സാജൻ എന്ന ഈ സഹോദരങ്ങൾ ഇവിടെ വന്ന്, ഈ ദമ്പതികൾ ഇവിടെ വന്ന് അവരുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുമ്പോൾ നമ്മയും വിസ്മയിപ്പിക്കുന്നത് മറ്റൊന്നുമല്ല, അവർ ജാക്കോബൈറ്റ് വിശ്വാസികളാണ്, സഹോദരങ്ങളാണ്. അവരുടെ ജീവിതക്രമവും ഉടമ്പടി ഒരു ജീവിത രീതിയുമായതിനെക്കുറിച്ചാണ് അവർ ഇന്ന് ഏറ്റുപറയുന്നത്. സാജൻ്റെ വലിയ ജീവിതത്തിലുണ്ടായ ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ച് 2 പേരും ഏറ്റുപറയുകയുണ്ടായി. അവരുടെ ജീവിതത്തിലെ ആ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ ഇടപെടൽ അവർ ഏറ്റുപറയുകയുണ്ടായി. എംബസി ഷിപ്പിംഗ് കമ്പനിയിൽ കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്യുന്ന ഈ സഹോദരനെ ഒരു വളരെ 4 മാസക്കാലമായി വളരെ കഷ്ടപ്പെടുന്ന ഒരു കോൺട്രാക്ട് ബേസ് ജോലി ചെയ്യേണ്ടി വന്നപ്പോൾ അവർ ശക്തമായി പ്രാർത്ഥിച്ചു. അങ്ങനെ ജിനു പ്രാർത്ഥിച്ചത്, ഞാൻ ഇന്ന് ശനിയാഴ്ച അമ്മയോട് പറയുമ്പോൾ ഉടമ്പടി ധ്യാനത്തിന് മുൻപ്, ചൊവ്വാഴ്ചയ്ക്ക് മുൻപ് എൻ്റെ ഹസ്ബൻഡിനെ എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണം, ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ ഞങ്ങളെ സാധിക്കണം എന്നുള്ള ഒരു വലിയ പ്രാർത്ഥനയോടെയാണ് ജിനു ഇവിടെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്നായിരുന്നു ജിനു പ്രാർത്ഥിച്ച അതുപോലെ തന്നെ ചൊവ്വാഴ്ചയായിരുന്നു മകൾ ഡേറ്റ് ഇട്ടത്. പക്ഷെ തിങ്കളാഴ്ച തന്നെ അവർക്ക് അദ്ദേഹത്തിനെ ഒരു റിക്വസ്റ്റ് ലെറ്റർ പോലും ഇല്ലാതെ ആ സെക്ഷനിൽ നിന്ന് മാറ്റി വളരെ എളുപ്പമുള്ള, അധികം ബുദ്ധിമുട്ടില്ലാത്ത ഒരു ജോലിയിലേക്ക് അദ്ദേഹത്തിന് ട്രാൻസ്ഫർ നൽകി അനുഗ്രഹിച്ചു എന്നിവരോട് ഏറ്റു പറയുന്നു. അവരുടെ ഭവനത്തിൻ്റെ പണി പൂർത്തിയാകുവാനും വീട്ട് നമ്പർ കിട്ടാതിരുന്ന അവസ്ഥയിൽ ആ പ്രതിസന്ധികൾ മാറാനും വീടിനുള്ള അവരുടെ മതിൽ കെട്ടി പൂർത്തിയാക്കുവാനും എല്ലാം അവരെപ്പോഴും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് ഈശോയോട് പ്രാർത്ഥിച്ച് ഈശോ അവർക്ക് വലിയ അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തിൽ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടി ഒരു ഉറപ്പാണ്, ഉടമ്പടി ഒരു നിലപാടാണ്. അവരുടെ ജീവിതത്തിൽ ഇന്ന് കൈവന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് സാധിച്ചത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റാതിരുന്ന അവസ്ഥയിൽ അവർ ചെയ്ത ഒരു വലിയ കാര്യമാണ്. പരിശുദ്ധ അമ്മയുടെ രൂപവും തിരുസ്വരൂപത്തിൻ്റെ ആ പടം, അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള അവരുടെ അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടാവുന്ന സാധ്യതകളെല്ലാം തന്നെ അവർ എഴുതി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് 2-3 ഭാഷകളിൽ അവർ പത്രം വിതരണം ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മോട് പറയുന്നുണ്ട്, നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമാണ്. ഈശോ നമ്മെ സ്നേഹിക്കുകയും നാം ഈശോയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആ ബൈലാറ്ററൽ എഗ്രിമെൻറ്റിൻ്റെ ഉറപ്പാണ് നമ്മുടെ ഉടമ്പടിയിൽ നമുക്ക് പെട്രോൾ കത്തുന്നത് പോലെ അച്ഛൻ്റെ ഭാഷയിൽ നമുക്ക് എപ്പോഴും ഈശോയെ പ്രഖ്യാപിക്കുവാനും ഈശോയെ ഏറ്റുപറയുവാനും നമുക്ക് സാധിക്കുന്നത്. മനുഷ്യരുടെ ഇടയിൽ ഈശോയെ ഏറ്റുപറയുന്നവർ എല്ലാവരെയും തന്നെ ഈശോ ദൈവപിതാവിൻ്റെ മുമ്പിൽ നമുക്ക് നിത്യതയിലേക്കുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുകയാണ്. ജിനുവിനും സാജനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു നല്ല കയ്യടിയോടെ നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് മഹത്വം ഉണ്ടായിരിക്കട്ടെ.
അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ ഞങ്ങൾക്ക് വരുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകുവാനും ഞങ്ങളെ അനുവദിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ശുഭ, ഇതെൻ്റെ ഹസ്ബൻഡ് മനു. കൊല്ലം ജില്ലയിൽ പുത്തൂർ എന്ന സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് രോഗസൗഖ്യങ്ങൾ അമ്മ തന്നിട്ടുണ്ട്. ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി പറഞ്ഞതിൻ്റെ പ്രകാരമാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. ഞങ്ങൾ 2024 ഡിസംബർ 2-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഭർത്താവിന് ഒരു നടുവിൻ്റെ ഒരു പ്രശ്നം ആണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. ആ പ്രശ്നം പറയുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കൈക്ക് ഒരു പ്രശ്നമുണ്ടായി. കാരണം എന്ന് പറഞ്ഞാൽ വലതുവശത്തെ കൈക്ക് എനിക്ക് പെട്ടെന്നൊരു വേദന വരികയും കുറച്ച് നാൾ കൊണ്ട് എൻ്റെ കൈക്ക് വേദന വന്ന് എനിക്ക് പാത്രങ്ങളൊന്നും എടുക്കുമ്പോൾ അത് കയ്യിൽ നിന്ന് വീഴുകയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ഫലമായി ഞാൻ അടുത്ത ഒരു മർമാണി വൈദ്യൻ്റെ അടുത്ത് പോവുകയും ആ വൈദ്യൻ്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം ഞങ്ങളെ നോക്കിയതിന് ശേഷം പുള്ളി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കൈക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുകയും, അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നടന്നു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കാല് മുടന്തിയാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് നടുവിനാകെ പ്രശ്നമുണ്ടല്ലോ, നിങ്ങൾ ഇങ്ങനെ പോയാൽ കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് തളർന്നു വീഴുന്ന അവസ്ഥ ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളടുത്ത് പറയുന്നത് നിങ്ങളൊരു കാര്യം ചെയ്യ്, എൻ്റെ ക്ലിനിക്കിലോട്ട് വാ, അവിടെ വന്നിട്ട് നിങ്ങൾ ഇതിനെ തടവുകയും കിഴി ചെയ്യുകയും ചെയ്യുക, അല്ലാതെ ഇത് മാറത്തില്ല എന്ന് പറയുന്നു. അങ്ങനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് കൊണ്ടുവന്ന് തടവിക്കുകയാണ് ചെയ്തത്. അങ്ങനെ തടവിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് പൂർണ്ണമായും ശരീരം തളരുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അതുമാത്രമല്ല അദ്ദേഹത്തിന് ഈശോയിൽ വിശ്വാസം വളരെ കുറവായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കുകയും അദ്ദേഹം പ്രാർത്ഥനയിൽ കൂടെ ഇരിക്കാതെ മൊബൈൽ നോക്കിയിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുമായിരുന്നു. അപ്പോഴും ഞാൻ പറയുമായിരുന്നു, നിങ്ങൾ വന്ന് പ്രാർത്ഥിക്ക്, അമ്മയെ പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോഴും പുള്ളി അത് കേൾക്കത്തില്ലായിരുന്നു. അങ്ങനെ വീണ്ടും അമ്മയുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി അമ്മ ചെയ്ത ഒരവസ്ഥയാണെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഹസ്ബൻഡ് പറയും. എൻ്റെ ഒരു മനു, കൊല്ലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ നടുവേദന കാരണം എനിക്കൊരു ശകലം പോലും നിൽക്കാനോ ഇരിക്കാനോ പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു. ഞാൻ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പോലെ ആ നനവോടുകൂടി വന്ന് കട്ടിലേക്ക് കിടക്കണമെന്ന ഒരു സ്ഥിതിയായിരുന്നു. ഇരുന്ന് ആഹാരം കഴിക്കാനൊക്കത്തില്ല, ആ ഒരു സ്ഥിതിയായിരുന്നു. ആ ഒരു സ്ഥിതിയിൽ നിന്നാണ് ഇപ്പോൾ ഈ പരുവത്തിൽ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ സൈത്ത് പൂച്ചി തന്നായിരുന്നു. അത് തന്നതിന് ശേഷം എൻ്റെ രോഗത്തിന് ശമനമുണ്ടായി. ഇപ്പോൾ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് ആ സൈത്ത് പൂശുന്ന സമയത്ത് അമ്മയുടെ ഒരു സുഗന്ധാഭിഷേകം എനിക്ക് ലഭിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് എൻ്റെ യൂറിക് ആസിഡിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി. 10 വർഷങ്ങളിൽ കൂടുതലായി യൂറിക് ആസിഡിൻ്റെ വേദന അനുഭവിച്ച് നടന്നതാണ്. 10-20 വർഷം കൊണ്ട് അലർജിയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അതെല്ലാം അമ്മയുടെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ച് അമ്മ മാറ്റി തന്നു. തിരുവുമാരനും അമ്മയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു ഞാൻ. അടുത്തതായിട്ട് എൻ്റെ വീട്ടിലേക്ക് ഒരു ലോൺ എടുക്കാൻ വേണ്ടി ഞങ്ങൾ 2 പേരും കൂടി ബാങ്കിലേക്ക് പോവുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും അവിടെ കൊണ്ടു കൊടുക്കുകയും ബാങ്കുകാർ അത് നോക്കി ഇപ്പോൾ ഉടനെ കിട്ടത്തില്ല എന്ന് പറയുന്ന ഇടത്ത് ഞങ്ങൾ ചെന്ന് അമ്മയുടെ കാശ് രൂപം കൊണ്ടുവന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും അവിടെ ചെന്നതിന് ശേഷം 4 മണിയായപ്പോഴാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് ഇദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരിയാണ് അവിടെ ലോൺ സെക്ഷനിലോട്ട് ഇരിക്കുന്നത്. അങ്ങനെ കണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് കൂട്ടുകാരിയുടെ രൂപത്തിലാണ് അമ്മയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായത്. അമ്മ
ഞങ്ങൾക്ക് 1 മണിക്കൂർ കൊണ്ട്, ഏതാണ്ട് 3 മാസം വരെ സാധിക്കാത്ത കാര്യം 1 മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് സാധിച്ചു തരികയും ചെയ്തു. അങ്ങനെ അവിടെയും ഞങ്ങൾക്ക് ദൈവിക ഇടപെടൽ, സമയ ചുരുക്കത്തിൻ്റെ അമ്മ, അവിടെ അനുഭവം ഞങ്ങൾക്കുണ്ടായി. അടുത്തതായിട്ട് പിന്നെ എനിക്ക് പീരീഡ്സ് കറക്റ്റായി വരത്തില്ലായിരുന്നു. ഇറഗുലറായിട്ടായിരുന്നു എൻ്റെ പീരീഡ്സ് വന്നുകൊണ്ടിരുന്നത്. ഞാൻ ചിലപ്പോൾ എനിക്ക് 4 മാസം 5 മാസം വരെയും പീരീഡ്സ് ഇല്ലാതിരുന്നിട്ട് എനിക്ക് പിന്നീട് വന്നു കഴിയുമ്പോൾ 6 മാസം വരെയും എനിക്ക് നിൽക്കാത്ത ഒരവസ്ഥയാണ് പിന്നെ വരുന്നത്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് കാണിക്കുകയും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ബയോപ്സിക്ക് അയക്കുകയും ചെയ്തു. അതിൻ്റെ പേരിൽ ഞാൻ പ്രാർത്ഥിക്കുകയും എന്നും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തു. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നെഗറ്റീവായി. അമ്മ അവിടെ അമ്മയുടെ ഇടപെടൽ എനിക്കുണ്ടാവുകയും ചെയ്തു. അങ്ങനെ എനിക്ക് ആ ഒരു രോഗസൗഖ്യം അമ്മ തന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് 15 വർഷം കൊണ്ട് അലർജി രോഗമുണ്ടായിരുന്നു. അലർജി എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തുമ്മലും മൂക്കടച്ച് ഉറങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. 15 വർഷം കൊണ്ട് അനുഭവിക്കുന്നതാണ്. അങ്ങനെ ഇവിടെ വന്ന സമയത്ത് ഞാൻ നിയോഗം എഴുതി വെക്കുകയും അതിനുശേഷം അമ്മ അതിലിടപെട്ടതിന് ശേഷം ഞങ്ങൾക്കത് പൂർണ്ണമായി ആ രോഗസൗഖ്യവും അമ്മ തന്നു. പിന്നീട് യൂറിക് ആസിഡ് 10 വർഷം കൊണ്ട് യൂറിക് ആസിഡിൻ്റെ പ്രശ്നം വന്ന് കാലുവേദന കാരണം നടക്കാൻ വയ്യാത്ത അവസ്ഥയിലോട്ടെത്തുകയും ഉറക്കമില്ലാതെ പല ദിവസങ്ങളിലും ഉറക്കമില്ലാത്ത അവസ്ഥയും വന്നിട്ടുണ്ട്. അപ്പോഴും ഞാനിവിടെ വന്ന് അമ്മയുടെ അടുത്ത് നിയോഗം എഴുതി വെക്കുകയും വിശുദ്ധ തൈലം പുരട്ടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് പിന്നീട് ആ ഒരു അസുഖം വന്നിട്ടില്ല. അവിടെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടായതിൻ്റെ പേരിൽ ഞങ്ങൾക്കതും മാറിക്കിട്ടി. അതിനും ഈശോയോടും അമ്മയോടും നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ശരീരത്ത് വെയിൽ കൊള്ളുന്ന സമയത്ത് എൻ്റെ കൈക്കും മുഖത്തുമെല്ലാം പാടുകൾ വരികയും വട്ടത്തിൽ ഉള്ള പാട് വന്ന് എനിക്ക് ചൊറിച്ചിൽ കാരണം എനിക്ക് ഉറങ്ങാൻ വയ്യാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പോഴേ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഈ വിളക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് അവിടെ വന്ന് ആ തൈലം എടുത്ത് ഞാൻ ഇവിടെ പല പ്രാവശ്യവും വരുന്ന സമയത്ത് ഉടമ്പടി പുതുക്കാൻ വരുന്ന സമയത്ത് എൻ്റെ ദേഹത്തെല്ലാം പുരട്ടി ഞാൻ പോവുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ യാതൊരു പാടുകളും ഇല്ലാതെ അമ്മ എന്നെ അനുഗ്രഹിച്ചു. അതിനും എൻ്റെ ഈശോയോടും അമ്മയോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഒരു വിദേശയാത്രയുടെ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സ്കൂളിലെ ഞാൻ 25 കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം ഒരുക്കി കൊണ്ടു കൊടുക്കുന്ന ഒരു രീതി ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിൽ പൊതിച്ചോറ് ഞങ്ങൾ 2 പേരും കൂടെ അത് ചെയ്ത് അതും കൊണ്ടു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ പത്രം എല്ലാവർക്കും ഞാൻ പത്രം കൊണ്ടു കൊടുക്കും. വിശുദ്ധ തൈലം പൂശി കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എല്ലാവർക്കും പത്രം കൊണ്ടു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഞാൻ വളരെ ദേഷ്യമുള്ള ഒരാളും അതുപോലെ തന്നെ ഇങ്ങോട്ടാരെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ട് മറുപടി പറയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിലെല്ലാം എനിക്ക് മാറ്റം കിട്ടി. ഞാനിപ്പം ചെറിയ കാര്യങ്ങൾ പോലും വന്നു കഴിയുമ്പോൾ എനിക്ക് കരയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പം അതിലെല്ലാം എനിക്ക് മാറ്റം വന്ന് ആകെ അമ്മയുടെ അടുത്ത് മാത്രമേ ഞാനിപ്പം കരയാറുള്ളൂ. അമ്മയുടെ പ്രാർത്ഥനകളിൽ മാത്രം പോകുന്ന സമയത്ത് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ ഇപ്പോൾ എനിക്ക് അങ്ങനെയുള്ള എല്ലാ ശീലങ്ങളും എനിക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ രാവിലെയും വൈകിട്ടും പ്രാർത്ഥന കൃത്യമായി പോയിക്കൊണ്ടിരിക്കുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും മുടങ്ങാതെ ചെല്ലുന്നുണ്ട്. അതുപോലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് രാവിലെ ഒരു ദിവസം ഞാൻ കേൾക്കാതെ ഒരു ദിവസവും എനിക്ക് തുടങ്ങത്തില്ല. പിന്നീട് വൈകിട്ട് അതുപോലെ തന്നെ ജപമാല ചെല്ലുന്നത് 2 പേരും കൂടി ഇരുന്നാണ് ഞങ്ങൾ ജപമാല ചെല്ലുന്നത്. അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവും ചൊവ്വാഴ്ചത്തെ ധ്യാനവും എല്ലാം ഞാൻ കേൾക്കാറുണ്ട്. അതിലെല്ലാം എനിക്ക് ഒരുപാട് നന്ദി ഈശോയോടും അമ്മയോടും പറയാനുണ്ട്. കാരണം എൻ്റെ ജീവിതം ഇത്രയും ഏറെ മാറ്റി തന്നതിന് അമ്മയോടും ഈശോയോടും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാനൊരു യാത്രയിൽ എനിക്കൊരു സാന്നിധ്യമുണ്ടായി.
ഞാൻ 2018 പിന്നെ ഡിസംബർ 25-ാം തീയതി ക്രിസ്മസ് ദിവസം എനിക്ക് വിദേശത്തേക്ക് പോകാൻ ഒരു അവസരം കിട്ടി. ഹസ്ബൻഡ് വിദേശത്തായിരുന്നു. അതിൻ്റെ പേരിൽ ഞങ്ങൾ എന്നെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് വിസ അയച്ചു തരികയും എനിക്ക് ഡിസംബർ 25-ാം തീയതി പോകാനുള്ള അനുഭവം ഉണ്ടായി. അങ്ങനെ ഞാൻ പിന്നെ വൈകുന്നേരം രാത്രി 2 മണിക്കാണ് ഞാൻ യാത്ര തിരിക്കുന്നത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് എന്നെ രക്ഷകർത്താക്കൾ കൊണ്ടാക്കിയിട്ട് അവർ പോരുകയും ഞാനകത്ത് ചെന്നപ്പോൾ എനിക്ക് എൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് അവർ ചോദിക്കുന്നു, പിന്നെ വിദേശയാത്രയ്ക്ക് പോകുന്നതിന് നമുക്ക് വിസിറ്റിംഗ് വിസ ആയത് കാരണം റിട്ടേൺ ടിക്കറ്റ് വേണമെന്ന് പറയുന്നു. അപ്പം എനിക്ക് റിട്ടേൺ ടിക്കറ്റ് എനിക്ക് അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞാൻ അത് എടുത്തിട്ടില്ല, അവരെടുത്ത് തന്നതുമില്ല. അങ്ങനെ ഞാൻ റിട്ടേൺ ടിക്കറ്റ് ഇല്ലാതെ ഞാൻ പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു, ഒരു കാരണവശാലും നിങ്ങൾക്ക് റിട്ടേൺ ടിക്കറ്റ് ഇല്ലാതെ പോകാൻ സാധിക്കില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഹസ്ബൻഡിൻ്റെ ഡീറ്റെയിൽസ് തരാൻ പറയുന്നു. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത് തലേ ദിവസം രാത്രി ഞാൻ മേശപ്പുറത്ത് വെച്ചേക്കുന്നു. പക്ഷേ അതും ഞാൻ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ എൻ്റെ കയ്യിൽ യാതൊരു കാരണവശാലും യാതൊരു ഡീറ്റെയിൽസും എൻ്റെ കയ്യിലില്ല. അങ്ങനെ അവിടെ ചെന്ന് വീണ്ടും അവരെൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം ചെയ്യും. ഞാൻ അപ്പോഴത്തേക്ക് എനിക്ക് സങ്കടം വന്ന് എൻ്റെ കണ്ണ് നിറഞ്ഞ് കരയാൻ തുടങ്ങിയപ്പോൾ അവർ പറഞ്ഞ്, പിന്നെ ഹസ്ബൻഡിനെ വിളിച്ച് നിങ്ങൾ ഡീറ്റെയിൽസ് വാട്സപ്പിൽ ഇട്ട് തരാൻ പറയുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ഹസ്ബൻഡിനെ വിളിക്കുന്നു, ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് അയച്ചു തരുന്നു. അത് കാണിച്ചു കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും എന്നെ പിന്നെ അടുത്ത സെക്ഷനിലോട്ട് വിട്ടു, എമിഗ്രേഷനിലോട്ട് വിട്ടു. അപ്പോൾ എമിഗ്രേഷനിൽ ചെന്നപ്പം വീണ്ടും അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും എന്നെ കയറ്റി വിടുന്നില്ല. അദ്ദേഹം വീണ്ടും പറയുന്നു, നിങ്ങൾ എവിടത്തേക്ക് പോവുകയാണ്, നിങ്ങൾ ജോലിക്ക് പോവുമായിരിക്കും, നിങ്ങളല്ലാതെ പിന്നെ ഹസ്ബൻഡിൻ്റെ അടുത്തേക്കൊന്നും പോവുകയെന്ന് കള്ളം പറയുന്നതായിരിക്കും എന്ന് പറയുന്നു. അപ്പോഴും ഞാൻ അവിടെ നിന്ന്, അപ്പോൾ എൻ്റെ ഒരു ശീലം എന്ന് പറയുന്ന കുഞ്ഞുനാൾ മുതലേ ഈശോയെ എനിക്ക് വളരെയധികം വിശ്വാസമുള്ള ഒരാളായിരുന്നു. അപ്പം ഞാൻ ഈ ക്രിസ്മസ് ദിവസം ഞാൻ രാവിലെ ചെന്ന് ഈശോയുടെ പള്ളിയിൽ മെഴുകുതിരി കത്തിക്കുന്ന ഒരു ശീലവും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഈ പോകുന്ന വഴിക്ക് ഞാൻ രാത്രിയിൽ പിന്നെ അടുത്തൊരു പിന്നെ മാതാവിൻ്റെ ഒരു കുരിശടിയിൽ ഞാൻ മെഴുകുതിരി കത്തിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് ഞാൻ അമ്മയെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, ഈശോയുടെ അടുത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നെ എന്തിനാ ഇങ്ങനെ നടുക്കുകൊണ്ടുവന്ന് ആകെ അവസ്ഥയിലാക്കിയല്ലോ അമ്മയെന്നും പറഞ്ഞ് ഞാൻ നിന്ന് കരയുക. അപ്പോഴാണെങ്കിൽ ഒരു ഈശോയുടെ സാന്നിധ്യം എനിക്ക് അവിടെ മനസ്സിലായി. കാരണം പിന്നെ വിശുദ്ധ അന്തോനീസിൻ്റെ ഒരു ഡ്രസ്സിൻ്റെ ഒരു കളറ് ഒരു ഡ്രസ്സ് വിട്ട് നമ്മുടെ ഈശോയുടെ അതേ രൂപമുള്ള ഒരാൾ ഇങ്ങനെ നടന്നു വരുന്നു. എന്നെ കണ്ട ഉടനെ എയർപോർട്ടിൽ എന്നെ അറിയുന്നവരാരുമില്ല, എന്നെ കണ്ട് ചിരിച്ചുകൊണ്ടാണ് നടന്നു വരുന്നത്. വന്നിട്ട് എന്നോട് ചോദിക്കുന്നത്, എന്താ നിൻ്റെ പ്രശ്നമെന്നാണ് ചോദിക്കുന്നത്, എന്താ നിൻ്റെ പ്രശ്നമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുന്ന എന്നെ അങ്ങനെ വിളിക്കണമെങ്കിൽ എനിക്ക് ആരും അറിയത്തില്ല, അവിടെ ആരും അറിയുന്നവരാരുമില്ല. അപ്പം പറയുന്നു, പിന്നെ അടുത്ത ഉദ്യോഗസ്ഥനോട് ചോദിക്കുന്നത്, എന്താ സാറേ? അന്നേരം പറയുന്നത്, വേണ്ട റിട്ടേൺ ഇല്ലാതെ ഇവിടെ വന്ന് നിൽക്കുക, അതിന് പോകാൻ പറ്റത്തില്ല. അന്നേരം എന്നെ നോക്കിയിട്ട് ഈ ഈശോയുടെ രൂപത്തിലുള്ള അദ്ദേഹം വന്ന് എന്നോട് പറയുക, സാറേ അവളെ വിട്ടേക്ക്, പിന്നെ അവൾക്ക് ഇന്ന് ക്രിസ്മസ് അല്ലേ, നമ്മളൊരു ഗിഫ്റ്റ് കൊടുത്തയാന്ന് അവൾ കരുതട്ടെ, ഇന്ന് അവളെ വിട്ടേക്കെന്ന് പറയുന്നു. ഇനി എനിക്ക് എന്ത് വേണമെന്ന് അറിയാൻ വയ്യ, ഞാൻ കരയണോ എന്ത് വേണമെന്ന് എനിക്കറിയാൻ വയ്യ. അങ്ങനെ എന്നെ അവിടുന്ന് അവർ വീണ്ടും എൻട്രി അടിച്ച് എന്നെ വിടുകയാണ് ചെയ്തത്. അങ്ങനെ എനിക്ക് അവിടെയും എൻ്റെ ഈശോയുടെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ പിന്നീടും എനിക്ക് ഭയപ്പാടുണ്ടായി. കാരണം എന്ന് പറയുന്നത്, ഇനി അടുത്ത വിദേശ രാജ്യത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നാൽ എനിക്ക് ഭാഷയൊന്നും അറിയത്തില്ല, അവർ വല്ലതും ചോദിച്ചാൽ എനിക്ക് തിരിച്ച് പറയാൻ പോലും അറിയില്ല. ഞാൻ അങ്ങനെ ചെന്നപ്പോൾ അടുത്ത ഒരു സീറ്റിലിരിക്കുന്ന ഒരു അമ്മ ഇരുന്ന് ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ അവിടെ ചെന്ന് അന്നേരം അമ്മയുടെ അടുത്തൊരു സീറ്റ് കണ്ടു, ഞാൻ അവിടെ പോയി ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു, അമ്മ ആദ്യമായിട്ടാണോ അമ്മ പോകുന്നത്? അല്ല മോളെ, എൻ്റെ മോൻ എന്നെ കൂടെ കൊണ്ടുപോകാറുണ്ട്, മോൾ ആദ്യമായിട്ടാണോ പോകുന്നതെന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, അമ്മേ ആന്ന്. അവിടെ ചെല്ലുമ്പോൾ റിട്ടേൺ ടിക്കറ്റ് ചോദിക്കുമോ? അന്നേരം പറഞ്ഞു, ഇല്ല മോളെ, അവിടെ ചെല്ലുമ്പോൾ പാസ്പോർട്ട് മാത്രം കാണിച്ചാൽ മതി, അതിന് കുഴപ്പമൊന്നുമില്ല, മോൾ ആദ്യമായിട്ടാണ് വരുന്നത്, കുഴപ്പമില്ല, എൻ്റെ കൂടെ കൂടിക്കുമോ എന്ന് പറയുന്നു. അങ്ങനെ ആ അമ്മ എന്നെയും കൂട്ടി ഫ്ലൈറ്റിൽ കയറിയപ്പോൾ സീറ്റ് എന്നെ ആ അമ്മയുടെ അടുത്തിരിക്കാൻ വേണ്ടി അടുത്തുള്ള ഒരാളിൻ്റെ അദ്ദേഹത്തിനോട് പറയുന്നു, ഒന്ന് മാറിയിരുന്ന് കൊടുക്കുമോ, ഈ കുട്ടിയും കൂടെ എൻ്റെ അടുത്തോട്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ആ സീറ്റ് അമ്മ ഒഴിഞ്ഞ് എനിക്കും കൂടി അവിടെ തരികയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അടുത്ത മസ്കറ്റിലോട്ടാണ് പോകുന്നത്. മസ്കറ്റിൽ ചെന്ന് എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞ് എൻ്റെ ലഗേജ് വരുന്നിടം വരെ അമ്മ എൻ്റെ കൂടെ നിന്ന് ചെന്നിറങ്ങി ലഗേജും കൊണ്ട് ചെന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ എന്നെ കൊണ്ടാക്കിയിട്ടാണ് ആ അമ്മ
മാറിപ്പോകുന്നത്. ആ അമ്മയുടെ മകൻ്റെ കൂടെ പോവുകയാണെന്ന് പറഞ്ഞ് ആ അമ്മ പോവുകയും ചെയ്തു. പക്ഷേ മകനെ ഒന്നും ഞാൻ കാണാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷേ അമ്മ പോവുകയും ചെയ്തു. അവിടെ എനിക്ക് എൻ്റെ മാതാവാണ് അവിടെ ഇടപെട്ടതെന്ന് എനിക്ക് നല്ലതുപോലെ എനിക്ക് ബോധ്യപ്പെട്ടു. അതിനും എൻ്റെ അമ്മയോടും ഈശോയോടും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ, മെഴുകുതിരിയിൽ എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അമ്മ. അമ്മയുടെ രൂപവും ഈശോയും കുഞ്ഞ് ഈശോയായിട്ടുള്ള രൂപവും അതുപോലെ തന്നെ ഹാർട്ടിൻ്റെതും പൂവിൻ്റെതും റോസാപ്പൂവിൻ്റെത് അങ്ങനെ ഒരുപാട് എനിക്ക് എൻ്റെ മെഴുകുതിരിക്കകത്ത അനുഭവങ്ങൾ അമ്മ തന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇവിടെ വന്ന സമയത്ത് ഞാൻ എല്ലാവർക്കും മുല്ലപ്പൂവിൻ്റെ സുഗന്ധാഭിഷേകം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പം എനിക്ക് മാത്രം അത് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം ഞാൻ ആ 11-ാം നമ്പറിലെ മുമ്പിലത്തെ ആ അമ്മയോട് ഞാൻ ചെന്ന് പറയും, അമ്മേ എനിക്ക് മാത്രം ഈ സുഗന്ധാഭിഷേകം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ഞാൻ അവിടെ നിൽക്കുന്നത് ഒരു 2 സെക്കൻഡ് കൊണ്ട് എനിക്ക് ആ സുഗന്ധാഭിഷേകം എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് നിന്ന് എൻ്റെ ഒരു ബന്ധുവുണ്ട്, ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് വന്നോ? അന്നേരം പറഞ്ഞ് ഞങ്ങൾക്കും കിട്ടി മോളെ എന്ന് പറഞ്ഞ്. അപ്പോഴേ ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടി, അടുത്ത് നിന്ന ഹസ്ബൻഡിന് കിട്ടിയില്ല. അപ്പം എനിക്ക് അവിടെ എൻ്റെ അമ്മ എൻ്റെ കൂടെ വന്ന് എനിക്ക് അനുഗ്രഹം തന്നു. അതുപോലെ തന്നെ ഞാൻ ഇപ്പം 5-ാമത്തെ ഉടമ്പടി പുതുക്കിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. 5-ാമത്തെ ഉടമ്പടി പുതുക്കുന്നതിനകത്ത് എനിക്ക് 4 ഉടമ്പടിക്കകത്തും എനിക്ക് ഇവിടെ വന്ന സമയത്ത് ആദ്യം 1-ാമത്തെ ഉടമ്പടി മുതൽ എനിക്ക് ഉടമ്പടി പുതുക്കുന്ന സമയത്ത് ആദ്യം എനിക്ക് കിട്ടുന്നത് മെഴുകുതിരി, അമ്മയെ ആനയിച്ചുകൊണ്ട് പോകുന്ന ആ മെഴുകുതിരിയാണ് കിട്ടുന്നത്. 2ാം പ്രാവശ്യം ഞാൻ ഈ 13-ാം നമ്പറിൽ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ഇന്നെങ്കിലും എൻ്റെ കൂടെ അമ്മ വരണേന്ന് പറഞ്ഞ്. അമ്മ ആ ദിവസം എൻ്റെ കൂടെ അമ്മ എനിക്ക് കിട്ടി അമ്മേ. അത് കഴിഞ്ഞ് 3-ാം ട്രിപ്പ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നമ്മ എൻ്റെ കൂടെ വന്നില്ലേലും പ്രശ്നമില്ല, കാരണം എല്ലാവർക്കും കിട്ടണമല്ലോ, അതുകൊണ്ട് ഇന്നമ്മ എൻ്റെ കൂടെ വന്നില്ലേലും കുഴപ്പമില്ല. അപ്പോഴേ എനിക്ക് മുത്തിക്കുട പോകാനായിട്ട് എനിക്ക് കിട്ടി. വീണ്ടും 4-ാം ട്രിപ്പിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇന്ന് എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞ്. അപ്പോഴും എൻ്റെ കൂടെ വന്നു. അങ്ങനെ ഈ 4 പുതുക്കിനും എൻ്റെ അമ്മയുടെ സാന്നിധ്യം കൊണ്ട് എനിക്ക് അമ്മയെ എടുക്കുവാനും അതുപോലെ തന്നെ ഈ അമ്മയുടെ മുത്തിക്കുട എടുക്കുവാനും എല്ലാം എനിക്ക് സാധിച്ചു. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയോടും അമ്മയോടും എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അങ്ങനെ ഞാൻ നിർത്തുന്നു. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 17-ാം വചനമാണ്. ദൈവത്തിൻ്റെ ആഴമുള്ള ഒരു ബന്ധമാണ് നാം ഈ വചനത്തിൽ കേട്ടത്. നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു എന്നാണ്. ദൈവം നമ്മെ വ്യക്തിപരമായി അറിയുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. മോശ ദൈവത്തോട് അടുത്ത് നിന്നതിനാൽ ദൈവം മോശയുടെ പ്രാർത്ഥന കേട്ടു. ഈ മക്കളുടെ സാക്ഷ്യവും അങ്ങനെ തന്നെയാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബം. മരിയൻ ഉടമ്പടി ദൈവത്തോടുള്ള വ്യക്തിപരമായ ഒരു ആത്മീയ ബന്ധമാണ്. ദൈവത്തെ വിശ്വസിക്കാനും അവിടുത്തെ ഇഷ്ടമനുസരിച്ച് ജീവിതം നയിക്കുവാനുമുള്ള ഒരു ആത്മീയ പദ്ധതിയാണ് മരിയൻ ഉടമ്പടി. പരിശുദ്ധ അമ്മ കൃപാസന അമ്മയുടെ മാധ്യസ്ഥതയിൽ കൃപയുടെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന ഓരോ ഉടമ്പടി മക്കളുടെയും സാക്ഷ്യമാണ് നാം ഈ സന്നിധിയിൽ ശ്രവിക്കുന്നത്. മരിയൻ ഉടമ്പടിയിലൂടെ ഉടമ്പടി മക്കളെ ദൈവം തൻ്റെ സ്വന്തം ജനമായിട്ടാണ് സ്വീകരിക്കുന്നത്. വ്യക്തിപരമായി അറിയുന്ന ദൈവം നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ രോഗാവസ്ഥകൾ, നമ്മുടെ കഷ്ടതകൾ എല്ലാം ദൈവത്തിനറിയാം. ദൈവകൃപ ലഭിക്കാൻ ജീവിതം മാറ്റുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പുത്തൻ വഴികൾ ഒരുക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. ദൈവത്തോടുള്ള ഒരടുപ്പമാണ് ഉടമ്പടി ജീവിതത്തിൽ ഓരോ മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത്. നീ എൻ്റെ കൃപയിൽ ജീവിക്കുന്നതിനാൽ ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന ഒരു വചനമാണ്. മനുവും ഭാര്യയും ഷെയർ ചെയ്ത ഉടമ്പടി സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നതും അതുതന്നെയാണ്. ഈശോയോടും അമ്മയോടും ചേർന്ന് നിന്നതിൻ്റെ ഫലമാണ് ഇവരുടെ ജീവിതത്തിൽ വലിയ കൃപകളും അനുഗ്രഹങ്ങളുമാണ് ദൈവം വാരി കോരി കൊടുത്തത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഉടമ്പടി മക്കളെ എവിടെ പോയാലും എന്തിനു പോയാലും എപ്പോഴും ഈശോ നമ്മുടെ കൂടെയാണ്.
പുറപ്പാട് പുസ്തകത്തിൽ 33-14 പറയുന്ന പോലെ ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യുമെന്നാണ്. ഉടമ്പടി മക്കൾക്ക് ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടെ ഉടമ്പടി ജീവിതം നമ്മൾ നയിക്കുമ്പോൾ ഈശോയും അമ്മയും കൂടെ നിന്ന് നമ്മുടെ കൈപിടിച്ച് നമ്മുടെ ഓരോ കാര്യങ്ങളും നടത്തി തരുന്നതായിട്ടാണ് നാം കാണുന്നത്. ഓരോ വ്യക്തികളുടെ ജീവിതത്തിലെ സാക്ഷ്യങ്ങളിൽ നിന്നും ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും, തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തുമെന്നാണ് സങ്കീർത്തനം 27:5 പറയുന്നത്. ഉടമ്പടി മക്കളെ എപ്പോഴും കരം പിടിച്ച് ഉയരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് വരുന്നത് ഈശോയും അമ്മയുമാണ്. നമുക്കും ഈശോയുടെയും അമ്മയുടെയും കരം പിടിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും മനുവിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ. ഉണ്ണീശോയ്ക്കും ദൈവമാതാവിനും 1000 നന്ദി. സഞ്ചാരമാതാവ് എനിക്ക് നൽകിയ അനുഭവ സാക്ഷ്യം ഇവിടെ സഞ്ചാരമാതാവിൻ്റെ മുമ്പാകെ കൃപാസനത്തിൽ വന്ന് പറയാൻ എന്നെ അനുവദിച്ചതിന് 1000 ഞാൻ നന്ദി പറയാണ്. എൻ്റെ പേര് ലിറ്റി CJ. ഇതെൻ്റെ മകൻ ഫിഡൽ, മകൾ ലിയാൻഡ്ര. ഞാൻ തൃശ്ശൂർ അതിരൂപതയിൽ സെൻറ്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ചർച്ച് മൂന്നുംപറ എന്ന ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു ആയുർവേദ ഡോക്ടറാണ്. ഞാൻ ആദ്യമായി കൃപാസനം മാതാവിനെ പറ്റി അറിയുന്നത് എൻ്റെ അമ്മയുടെ ചേച്ചി വല്യമ്മേൽ വഴിയാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബർ 27 ഞാൻ ഒരു ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഒരു ഉപജീവന മാർഗത്തിന് വേണ്ടി ഒരു ആയുർവേദ പഞ്ചകർമ്മ സെൻറ്റർ തുടങ്ങാനായി ഞാൻ ആലോചിച്ചു. മാതാവിനോടും കൂടെ ആലോചിച്ചിട്ടാണ് ആ തീരുമാനമെടുത്തത്. അങ്ങനെ അതിനുവേണ്ടി PMEGP എന്ന് പറയുന്ന ഒരു ലോൺ, അത് ഗവൺമെൻറ് സർക്കാർ നമുക്ക് ഒരു ആദ്യമായി തൊഴിൽ ആരംഭിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് അലോട്ട് ചെയ്തിരിക്കുന്ന ഒരു ലോണാണ്. അത് ഓരോ ബ്ലോക്കിലും വാർഡിലും പെട്ടവർക്ക് അതാത് ബ്ലോക്കുകാർക്ക് വാർഡുകാർക്ക് ഓരോ ബാങ്കിനെ ഓൾറെഡി ഗവൺമെൻറ് ഡെപ്യൂട്ടേഷൻ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് അനുവദിച്ചിരിക്കുന്ന ബാങ്കിലേക്ക് ഞാൻ അപേക്ഷിക്കുകയും എനിക്കതിൻ്റെ ഇൻ്റർവ്യൂ ക്ലിയർ ആവുകയും PMEGP ലോൺ സാങ്ഷൻ ചെയ്ത് കിട്ടുകയും ചെയ്തു. അങ്ങനെ PMEGPയുടെ ലോൺ എടുത്തത് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടും അതുപോലെ അതിൻ്റെ മെഷീനറീസിന് വേണ്ടിയിട്ടായിരുന്നു. ഞാൻ കൺസ്ട്രക്ഷൻ ചെയ്തു, അതിൻ്റെ ഗഡുക്കൾ കൃത്യമായി എനിക്ക് കിട്ടി. അതിൻ്റെ ഭാഗമായി രണ്ടാമത്തെ സെക്ഷനായിട്ടുള്ള മെഷീനറീസിന് വേണ്ടി ഞാൻ സംസാരിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ ബാങ്കിൽ നിന്ന് എന്നോട് പറഞ്ഞത് ആദ്യം കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞതിന് ശേഷം വരാനാണ്. ഞാനങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റായി ഞാൻ ബാങ്കിൽ സമീപിച്ചപ്പോൾ അപേക്ഷ വെച്ചു മെഷീനറീസിന് ഗവൺമെൻറ് അലോട്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ അപേക്ഷ വെച്ചിട്ടും എനിക്ക് അതിനൊരു മറുപടി കിട്ടുന്നില്ലായിരുന്നു. ഞാൻ പിന്നീട് ബാങ്കിൽ സമീപിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് അവധി, അതായത് 12 മാസ കാലയളവിനുള്ളിൽ മെഷീനറീസ് റിലീസ് ചെയ്തില്ലെങ്കിൽ അത് ബാങ്ക് റിജക്റ്റ് ചെയ്യുമെന്നും നമുക്കത് ഒരിക്കലും റിലീസ് ചെയ്യില്ല എന്നാണ് ബാങ്ക് പറഞ്ഞത്. ഞാൻ പലതവണ അപേക്ഷ വെച്ചു. കാരണം ബാങ്കിൽ നിന്ന് എനിക്ക് ഒരു തവണ പോലും ഈ 12 മാസ കാലാവധിയെ പറ്റി ഒരു ഇൻഫർമേഷൻ തന്നിട്ടില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ ബാങ്കിൽ നിന്ന് റെസ്പോണ്ടൊന്നും കാണാത്തതിനാൽ അവരുടെ ഹെഡ് ഓഫീസായ റീജിയണൽ ഓഫീസിൽ പോയി വിവരം പറയാൻ പറഞ്ഞു. റീജിയണൽ ഓഫീസിൽ പോയി അവിടെ പോയി ഞാൻ അപേക്ഷ വെച്ചു. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഇത്ര തവണ നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടന്നിരുന്നു, പക്ഷേ ഈ മെഷീനറീസിൻ്റെ ഉള്ള കാര്യങ്ങൾ എനിക്ക് നടക്കുന്നില്ല, എനിക്കിതിനെപ്പറ്റി ഇൻഫർമേഷൻ അറിഞ്ഞില്ലായിരുന്നു, എന്നോട് എനിക്കൊന്ന് ഇളവ് ചെയ്ത് തരണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചറിഞ്ഞിരുന്നു. ഇതുപോലെ തന്നെ PMEGP ലോൺ എടുത്തിരുന്ന വേറൊരു വ്യക്തി, ആൾ 2 കോടിയോളം ലോൺ എടുത്തിട്ട് ആദ്യത്തെ ഗഡുവിൽ 1 കോടിയോളം എടുത്ത് ബാക്കിയുള്ളത് ടൈമിനുള്ളിൽ എടുക്കാതിരുന്നത് കൊണ്ട് അവർക്ക് ആ ലോൺ എമൗണ്ട് കിട്ടാതെ വരികയും ആ സ്ഥാപനം പൂട്ടിപ്പോവുകയും ചെയ്തു. ഇത്രയും പ്രതിസന്ധികളുടെ ഇടയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതല്ലാതെ ഒരു ഫലം, ഒരു ലക്ഷ്യം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ ഈ ഓട്ടത്തിനിടയിൽ, പാച്ചിലിനിടയിൽ 2023 സെപ്റ്റംബർ 27 ഞാൻ ചേർന്ന ഉടമ്പടി 4 തവണ പുതുക്കിയിട്ട് 5-ാം തവണ പുതുക്കേണ്ടിയിരുന്നത് ഡിസംബർ 2025 ഫെബ്രുവരി ആയിരുന്നിട്ടും ഞാനത് പുതുക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ എത്ര ഓടിയാലും എത്ര വലിയ ഉദ്യോഗസ്ഥരെ കണ്ടാലും എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി പുതുക്കാണ്ട് എനിക്കിതൊരിക്കലും നടപ്പാവില്ല എന്ന് മനസ്സിലായി. ഞാൻ ഈ മാസം 22-ാം തീയതി ഇവിടെ മാതാവിൻ്റെ മുമ്പിൽ വന്ന് 5-ാമതും ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി പുതുക്കി ശേഷം ഞാൻ 23-ാം തീയതി ഏത് ഓഫീസുകളാണോ എന്നോട് പറഞ്ഞത് ഇതൊരിക്കലും നടക്കില്ല, റിജക്റ്റ് ചെയ്തതാണ് എന്ന് പറഞ്ഞത്, അതേ ഓഫീസുകളിലേക്ക് ഈ പറഞ്ഞ
ഞാൻ മാതാവിൻ്റെ അടുത്ത് നിന്ന് വന്ന ശേഷം ഇവിടുന്ന് ഉപ്പും തൈലവുമായി ഞാൻ അതേ ഓഫീസുകളിലേക്ക് ചെന്നു. ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഞാൻ ഉപ്പ് വിതറി. ഞാൻ തൈലം കുരിശ് ഓഫീസിൻ്റെ വാതിൽ പുരട്ടിയിട്ടാണ് ഞാൻ അകത്തേക്ക് കയറുന്നത്. അവിടെ ചെന്ന് ഞാൻ പിന്നീടും അപേക്ഷ വെച്ചു. അവർ പറഞ്ഞു ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങൾ ബ്രാഞ്ചിൽ കൂടി സംസാരിക്കട്ടെ, ഡിസ്കഷൻ ചെയ്യട്ടെ. എന്നിട്ട് അവർ പെട്ടെന്നാണ് തീരുമാനമാവുന്നത്. 6 ഡോക്യുമെൻറ്റ്സ് ഞങ്ങൾ ബ്രാഞ്ചിലേക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരത് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. ബ്രാഞ്ചിലേക്ക് പോയി സംസാരിച്ചു. അവരെത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എല്ലാ കാര്യങ്ങളും ഫോർവേഡ് ചെയ്തു. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പെട്ടെന്നാണ് എനിക്ക് മാതാവ് നടത്തി തന്നത്. പക്ഷേ ലാസ്റ്റ് ചെറിയ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിൽ 2 ഓഫീസേഴ്സ് തമ്മിൽ അത് സാങ്ഷൻ ആവാതെ നിൽക്കുകയായിരുന്നു. അങ്ങനെ വന്ന് ഞാൻ പിന്നെയും മാതാവിനോട് പറഞ്ഞു, എൻ്റെ മാതാവേ, ഞാൻ എത്ര ഓടിയാലും എന്നെക്കൊണ്ട് എത്ര ചെയ്താലും എൻ്റെ മാതാവ് ഒരു നിമിഷം ഒന്ന് വിചാരിച്ചാൽ മതി എനിക്കത് നേടിത്തരാൻ. ഞാൻ എനിക്കിത് സാങ്ഷനായി കിട്ടുന്നുവോ പിറ്റേ ദിവസം അടുത്ത ദിവസം ഞാൻ എൻ്റെ മാതാവിൻ്റെ മുമ്പാകെ ഈ സാക്ഷ്യം ഞാൻ പറയാമെന്ന് ഞാൻ വാക്ക് കൊടുത്തു മാതാവിന്. ഞാൻ 27-ാം തീയതി ഇന്നലെ 3ാമതും റീജിയണൽ ഓഫീസിൽ പോയി ഞാൻ പിന്നെ അപേക്ഷിച്ചു. അവർ അന്ന് തന്നെ മാതാവ് എനിക്കിതെല്ലാം നടപ്പാക്കി തന്നു. 27-ാം തീയതി എന്നൊരു ദിവസം ഈ മെയിലുകൾ ഒരു ബ്രാഞ്ചിൽ നിന്ന് കൊടകരയിൽ നിന്ന് എറണാകുളം നിന്ന് ചെന്നൈയിൽ നിന്ന് എറണാകുളം, എറണാകുളം ടു കൊടകര, ഓരോ ബ്രാഞ്ചുകളിലേക്കും നിമിഷ നേരം കൊണ്ടാണ് ഓടി ഓരോ മെയിലുകൾ ചെന്നതും അതിൻ്റെ ഫലം കണ്ടതും. ആ ഒരു എമൗണ്ട് 9,40,455 രൂപ, ബാക്കിയുള്ള ഗഡുക്കുണ്ടായിരുന്ന എമൗണ്ട് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റായി ബാങ്ക് ബ്ലോക്ക് ചെയ്ത് വെച്ചത് റിലീസ് ചെയ്ത് തന്നു. എൻ്റെ മാതാവിന് 1000 നന്ദി. ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ചത്. റീജിയണൽ ഓഫീസുകളും ബ്രാഞ്ച് ഓഫീസുകളിലും കയറുന്ന സ്ഥലത്ത് ആരും ചവിട്ടാത്ത ഭാഗത്ത് ഉപ്പിട്ടിട്ടാണ് ഞാൻ കയറിപ്പോയത്. അതുപോലെ ഉടമ്പടി തൈലം ഞാൻ എല്ലാ ഓഫീസുകളിലും ഏതെല്ലാം ഓഫീസുകളിലും ഞാൻ കയറിയോ ആ എല്ലാ ഓഫീസുകളുടെയും വാതിലുകളിൽ ആരും കാണാതെ, എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല, പക്ഷേ എനിക്ക് വലുത് എൻ്റെ അമ്മയാണ്. അതുകൊണ്ട് എനിക്ക് വലുത് എൻ്റെ വിശ്വാസമാണ്. ഞാനത് ആരും കാണാതെ ക്യാമറകളിൽ പതിയാതെ ഞാൻ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് അറിയാതെ കുപ്പിയെടുത്ത് കയ്യിൽ തൈലമെടുത്ത് ഞാൻ കുരിശ് ഓരോ ഓഫീസ് റൂമിൻ്റെ വാതിലുകളിൽ ഓരോ ഓഫീസർമാരെ കാണാൻ പോകുമ്പോഴും ഓഫീസിൻ്റെ വാതിൽ പുരട്ടിയിട്ടാണ് ഞാൻ പോയത്. അതുപോലെ ഞാൻ ആ ഒരു ദിവസം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നുള്ളുപ്പ് എൻ്റെ വായയിലും അതുപോലെ തൈലം എൻ്റെ നെറ്റിയിലും കുരിശ് വരച്ചിട്ടാണ് പോയത്. അതുപോലെ തന്നെ ഈ ഉടുമ്പടി ഉപ്പെടുത്തതിന് ശേഷം ഞാൻ ഓഫീസുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ പറഞ്ഞ സ്ഥാപനം പണി കഴിഞ്ഞ് മെഷീനറീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സ്ഥാപനത്തിലും എല്ലാവരുടെയും ഞാൻ തൈലം പൂശിയിട്ടാണ് പോയത്. അതുപോലെ തന്നെ വേറെ എൻ്റെ മകൻ ഫിഡൽ ജോസ് ഫെബിൻ, മകൻ മാഴ്സ് കമ്പനിയുടെ ഇൻ്റർനാഷണൽ സ്പെല്ലിംഗ് ബേയിൽ മത്സരിക്കുകയും സ്റ്റേറ്റ് ലെവലെല്ലാം മത്സരിച്ച് നാഷണൽ ലെവൽ വരെ മത്സരിക്കാനിടയായി. അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എനിക്ക് എന്തെല്ലാം പ്രതിസന്ധികൾ എൻ്റെ ഈ കാലഘട്ടങ്ങളിലുണ്ടായാലും അതിനെല്ലാം എന്തെല്ലാം വരുമ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നൊരു വചനമാണ്, എന്നെ ശക്തനാക്കുന്നവനോട് എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എത്ര തകർച്ചകളിലും എത്ര ബുദ്ധിമുട്ടുകളുണ്ടായാലും എപ്പോഴും മനസ്സിൽ ഓടി വരുന്ന വചനമാണ്. എന്നെ ശക്തനാക്കാൻ എൻ്റെ ഈശോയ്ക്ക് ലിറ്റിയെ ശക്തനാക്കാൻ പറയാനായിട്ട് ഒരു അമ്മ എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഒരിക്കലും ഞാൻ ഒറ്റയ്ക്കാവില്ല. എൻ്റെ കൂടെ എപ്പോഴും മാതാവും ഉണ്ണീശോയും ഉണ്ടാവുന്ന പൂർണ്ണ ബോധ്യം എന്നിലുണ്ട്. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾ ഞാൻ പോകുന്നിടങ്ങളിലെല്ലാം എന്നെ കൊണ്ടാവുന്ന വിധം പാവപ്പെട്ടവരെ കാണുമ്പോൾ വിശക്കുന്നവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കും. ആവുന്ന വിധം എൻ്റെ കയ്യിലുള്ളൊരു തുക ഉള്ളത് എന്താണോ അത് അവർക്ക് കൊടുക്കാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൃപാസനം പത്രം ഞാൻ റെയിൽവേ സ്റ്റേഷനുകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും കൊടുക്കാറുണ്ട്. ഇവിടുന്ന് 22-ാം തീയതി 5ാമതായിട്ട് ഞാൻ ഉടുമ്പി പുതുക്കി പോയപ്പോഴും ഞാൻ ആദ്യം ഓർത്തത് എനിക്ക് ആദ്യം സാക്ഷ്യം നിറവേറട്ടെ, എന്നിട്ട് ഞാൻ ഉടമ്പടി പത്രം കൃപാസനത്തിലെ പത്രം ഞാൻ എല്ലാവർക്കും കൊടുക്കാം എന്നാണ് ആദ്യം ചിന്തിച്ചത്. പിന്നെ ഞാനിങ്ങനെ പോകുന്ന വഴിയിൽ ചിന്തിച്ചു, എനിക്കിത് എന്തായാലും എൻ്റെ അമ്മ നടത്തി തരും, പിന്നെ ഞാൻ എന്തിനാ മാതാവിനെ വെല്ലുവിളിക്കുന്നത്, എനിക്ക് എന്തായാലും അത് കിട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് തന്നെ കൃപാസന പത്രം ഇവിടെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എറണാകുളത്ത് എല്ലാ റെയിൽവേ സ്റ്റേഷനിലെ എല്ലാം കൊടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ജീവിതത്തിൽ എനിക്ക് വന്ന മാറ്റങ്ങൾ പ്രത്യേകമായി പറയാനുള്ളത്, ഞാൻ ചെറിയ കാര്യങ്ങൾക്കൊക്കെ സില്ലിയായി വിഷമിച്ചിരിക്കുന്ന ഒരു സ്വഭാവം എന്നിലുണ്ടായിരുന്നു. പക്ഷേ എന്നു മുതൽ ഞാൻ ഉടമ്പടി എടുത്തുവോ, എന്നു മുതൽ മാതാവിനെ പൂർണ്ണമായി ഞാൻ മനസ്സിലാക്കിയോ, അന്ന് മുതൽ ജീവിതത്തിൽ വരുന്ന ഓരോ വെല്ലുവിളികളും എല്ലാം അമ്മ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഉണ്ണീശോ എൻ്റെ കൂടെയുണ്ട്, എല്ലാം എനിക്കത് അതിജീവിക്കാൻ കഴിയും എന്നുള്ള ബോധ്യത്തിൽ എല്ലാ ചെറിയ ചെറിയ സങ്കടങ്ങളെല്ലാം വിട്ടുകളഞ്ഞ് ജീവിതത്തിലെ നന്മകളെ കണ്ടുപിടിച്ച് അതിലൂടെ ജീവിക്കാൻ എന്നെ മാതാവ് പ്രാപ്തിയാക്കി. ഇത്രയും ഈ ഒരു അവസരത്തിൽ
എനിക്ക് മനസ്സിൽ വരുന്ന ഒന്നാണ്, ഒന്നുമില്ലായ്മയിൽ നമ്മളെ ചേർത്ത് നിർത്തുന്ന ദൈവമാണ്. ആ ഒരു സ്നേഹം എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം എൻ്റെ മരണം വരെ എൻ്റെ ഈശോയിലും എൻ്റെ മാതാവിലും എപ്പോഴും ഉണ്ടായിരിക്കും. ഈശോയ്ക്കും മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനിവിടെ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. മാതാവിലും ഉണ്ണീശോയിലും ജീവിതകാലം മുഴുവൻ മരണം വരെ ഉറച്ചു വിശ്വസിച്ച് ജീവിക്കുമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. സുഭാഷിതങ്ങൾ 3:6 നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടു കൂടെ ആവട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ലിറ്റി എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയൊരു പ്രതിസന്ധിയുടെ പരിഹാരമാണ് പരിശുദ്ധമ്മയുടെ തിരുനടയിൽ സന്തോഷാശ്രുക്കളോടുകൂടി സമർപ്പിക്കുന്നത്. മകളുടെ ഒരു പുതിയ സ്ഥാപനം തുടങ്ങുന്നതിന് അവസാന ഗഡുതുക ബാങ്ക് അത് തടഞ്ഞു വയ്ക്കുകയും അതിനെ അനുവദിക്കുവാനാവില്ല എന്ന തരത്തിൽ അതിൻ്റെ പ്രവർത്തനം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനാവാത്ത വിധം ഏറെ പ്രതിസന്ധിയിലേക്ക് മാറുമ്പോഴാണ് 5ാമത് ഉടമ്പടി പുതുക്കി അമ്മയുടെ കരങ്ങളിൽ പൂർണ്ണമായി തന്നെയും നിയോഗത്തെയും വിട്ടുകൊടുത്ത് അമ്മയുടെ സംരക്ഷണയിലേക്ക് ഈ വിഷയം ഏൽപ്പിച്ചു കൊടുക്കുന്നത്. മകൾ പറയുന്നുണ്ട്, സാധാരണ ബ്രാഞ്ചിൽ നിന്ന് റീജിയണൽ ഓഫീസിലേക്ക്, അവിടുന്ന് മറ്റ് ഓഫീസുകളിലേക്ക് ഈ പേപ്പറുകൾ ഇങ്ങനെ നീങ്ങുകയും ഉദ്യോഗസ്ഥർ ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് നടക്കാത്ത വിഷയമാണെന്ന തരത്തിൽ തടസ്സപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഏതൊരു ദുരിത വിഷയത്തിനെയും ഏറ്റെടുത്ത് അത് ജീവിതത്തിന് അനുഗ്രഹവും ദൈവത്തിൻ്റെ അടയാളവുമായി കൈമാറുന്ന പരിശുദ്ധമ്മയുടെ കരങ്ങളിലേക്ക് ഈ വിഷയം പൂർണ്ണമായി മനസ്സോടുകൂടി മകൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണത്തെ സഭ ഏറ്റെടുക്കുന്നതിനും ലോകം അംഗീകരിക്കുന്നതിനും അമ്മ മാതാവ് ദൈവശക്തിയോടുകൂടി അമ്മയെ തേടി വരുന്ന ആയിരങ്ങൾക്ക് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ സ്വർഗീയ അനുഭവങ്ങൾ നൽകി കൈപിടിച്ച് നടത്തുന്നതാണ് നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നിൻ്റെ പ്രശ്നം എന്തുമാവട്ടെ, നീ ജീവിതത്തിൽ ഇപ്പോൾ ഏതവസ്ഥയിൽ നിലനിൽക്കുന്ന സാഹചര്യമാവട്ടെ, അതേതിനെയും ദൈവനാമത്തെ പ്രതി ഗുണകരമാക്കി നൽകുവാൻ ഇപ്പോൾ ആയിരിക്കുന്ന സങ്കടങ്ങളിൽ നിന്ന്, ഇപ്പോൾ ആയിരിക്കുന്ന തകർച്ചകളിൽ നിന്ന്, ഇപ്പോൾ ആയിരിക്കുന്ന ഒറ്റപ്പെടലുകളിൽ നിന്ന്, സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്ന് നിന്നെ കരകയറ്റിക്കൊണ്ട് നിൻ്റെ ജീവിതം സുരക്ഷിതമാക്കുവാൻ, നിൻ്റെ വിശ്വാസത്തെ ആഴപ്പെടുത്തുവാൻ, മറ്റനേകർക്ക് നിൻ്റെ ജീവിതത്തിലൂടെ ദൈവസ്നേഹം പങ്കുവയ്ക്കുവാൻ നമുക്ക് വേണ്ടി ഈ കാലഘട്ടത്തിൽ ഒരുക്കിയിരിക്കുന്ന പദ്ധതിയുടെ പേരാണ് മരിയൻ ഉടമ്പടി. ആ മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ആരൊക്കെ നമ്മളോട് ജീവിതം അവസാനിക്കുന്നു, ഇനി പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല, ഇനി തടസ്സങ്ങൾക്ക് പരിഹാരമില്ല എന്ന് പറയുമ്പോഴും ഇവിടെ ഒരമ്മ നമ്മളെ കാത്തിരുന്നു കൊണ്ട് കണ്ണീരൊപ്പിയെടുത്തുകൊണ്ട് ജീവിത വിഷയങ്ങൾക്ക് പരിഹാരം നൽകിക്കൊണ്ട് ഇന്നും ജീവിക്കുന്ന അമ്മയുടെ സാന്നിധ്യത്തെ, ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ പ്രവർത്തനത്തെ ലോകത്തിന് അടയാളപ്പെടുത്തുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷ്യാനുഭവങ്ങൾ. ഈ മകൾ കണ്ണീരോടെ പറയുന്നുണ്ട്, ഞാൻ കയറിയിറങ്ങി ഇനി ഒന്നും ചെയ്യുവാനാവാത്ത വിധം അലഞ്ഞു തിരിയുമ്പോൾ അവസാനം എനിക്ക് മനസ്സിലായി എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട സമയം കഴിഞ്ഞു. ഞാൻ അമ്മയുടെ അരികിൽ വന്ന് ഈ വിഷയം ഏൽപ്പിച്ചു കൊടുത്ത് ഒന്ന് സംസാരിച്ചിട്ടില്ല. അമ്മയുടെ കരങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് ഈ വിഷയം ഏൽപ്പിച്ചു കൊടുത്ത് അമ്മ മാതാവിനോടൊരു വാക്ക് കൊടുത്തു പോയി. അമ്മ ഇത് ഏറ്റെടുക്കുന്ന നിമിഷം, ഈ ലോൺ അനുവദിച്ച് കിട്ടി, എൻ്റെ പ്രശ്നം പരിഹരിക്കുന്ന ദിവസം എത്ര ദൂരെയാണെങ്കിലും അടുത്ത ദിവസം അമ്മയുടെ അൾത്താരയിൽ വന്ന് ഇത് ഏറ്റു പറയുമെന്ന് ആ സന്തോഷത്തോടു കൂടിയാണ് തൊട്ടടുത്ത ദിവസം ഈ മകൾ ഈ അൾത്താരയിൽ വന്ന് ലോകത്തോട് വിളിച്ചു പറയുക, മനുഷ്യന് അസാധ്യമായത്, സിസ്റ്റങ്ങൾ തകർന്നു പോകുന്നത്, സാങ്കേതിക തടസ്സങ്ങളാൽ മുന്നോട്ട് പോകുവാനാവാതെ വിഷമിക്കുന്നത് എന്തുമാവട്ടെ, ദൈവകരങ്ങളിൽ വഴികളും പരിഹാരവുമുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുകയും അവനിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ജീവിത വിഷയം ഏൽപ്പിക്കുകയും ചെയ്താൽ പുതിയ വഴികളിലൂടെ നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവം സാന്ത്വനമുള്ളതാക്കും, സമാധാനമുള്ളതാക്കും, സുസ്ഥിതിയുള്ളതാക്കും. അതിൻ്റെ സാക്ഷ്യം ഈ അൾത്താരയിൽ ഈ മകൾ പങ്കുവെക്കുന്നു. പ്രയാസങ്ങൾ മാറി, ഭാരങ്ങൾ ലഘൂകരിച്ച് ജീവിതം ശുഭകരമാക്കിയ ഈ മകൾക്ക് ലഭിച്ച ദൈവാനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് നന്ദി. യേശുവേ സ്തുതി. ഞാൻ വരുന്നത് പരിശുദ്ധമ്മയ്ക്കും നന്ദി സ്തുതിയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുകയാണ്. എൻ്റെ പേര് ബിന്ദു. ഞാൻ വരുന്നത് കൊല്ലത്ത് നിന്നാണ്. ഞാൻ ഇവിടെ വരാനുണ്ടായ സാഹചര്യം, എൻ്റെ ചേച്ചി ഒരു പത്രം കൊണ്ടുവരികയും ഞാനത് വായിക്കുകയും ചെയ്തു.
ഞാൻ വായിക്കുകയും ചെയ്തു. പക്ഷേ അത് ഞാൻ വായിച്ചു, നല്ലപോലെ വായിക്കുകയും ചെയ്തു. ചേച്ചി അത് കേട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്നുള്ള ആഗ്രഹത്തോട് വരികയും ഞാനുമായിട്ട് ഇവിടെ വരികയും ചെയ്തു. പക്ഷേ ചേച്ചി ഉടമ്പടി എടുക്കാൻ പോകാനായിട്ട് വന്നത് ഒരുങ്ങിയായിരുന്നു ഞാൻ. പക്ഷേ അതിനുള്ള തയ്യാറെടുപ്പോടല്ല വന്നത്. അതുകൊണ്ട് ഞാൻ ചേച്ചി എന്നെ ആവുന്നതും ഉടമ്പടി എടുക്കുന്ന ഇവിടം വരെ വന്നേല്ലേ എടുക്കുന്ന എന്നെ നിർബന്ധിക്കുകയും, പക്ഷേ ഞാനത് വേണ്ട, ഞാൻ പ്രാർത്ഥിച്ചോളാമെന്ന് പറഞ്ഞ് ഞാൻ ഈ ആൾത്താരയിലിരുന്ന് യേശുവെയും മാതാവിനെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചേച്ചി ഉടമ്പടി എടുക്കാൻ മുകളിൽ പോവുകയും ചെയ്തു. പക്ഷേ ചേച്ചി എന്നെ ആവുന്ന നിർബന്ധിച്ചിട്ട് ഞാനതെടുത്തില്ല. ഞാനിവിടെ കണ്ണടച്ചിട്ടുണ്ടിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മാതാവ് എൻ്റെ അരികിൽ വരികയും ഒരു കൊട്ടം പച്ച മുല്ലപ്പൂ എൻ്റെ 4 ചുറ്റും കൊണ്ടുവന്ന് മണം എൻ്റെ 4 ചുറ്റും മണം വരികയും, പക്ഷെ ഞാൻ അവിടെ നിന്ന് എല്ലായിടവും നോക്കിയപ്പോൾ ആരുടെയും തലയിലോ എങ്ങും ഒരു മുല്ലപ്പൂവിൻ്റെ മണം അനുഭവപ്പെട്ടില്ല, അവിടെ കണ്ടതുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ചേച്ചി നിർബന്ധിച്ചതിൻ്റെ പേരിൽ ഞാൻ ഉടമ്പടി എടുത്തില്ലല്ലോ എന്ന് കരുതി ഞാൻ ഇവിടെ ഇരുന്ന് വിഷമിക്കുകയും ചെയ്തു. പക്ഷേ ഞാൻ അതാരോടും പറഞ്ഞില്ല. വീട്ടിൽ ചെന്ന് അടുത്ത മാസം ഞാൻ വന്ന് അമ്മയുടെ മുമ്പിൽ ഞാൻ ഉടമ്പടി എടുത്തേക്കാമേ എന്ന് ഞാൻ നേരുകയും അടുത്ത മാസം ഞാൻ അതേ സമയം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഞാൻ ഉടമ്പടി എടുത്തത് 2025 ജനുവരിയിലാണ്. പക്ഷേ ഉടമ്പടി എടുത്ത് ഞാൻ വീട്ടിൽ പോവുകയും എല്ലാ പ്രാർത്ഥനകളും പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അന്ന് വന്ന് ചേച്ചി നിർബന്ധിച്ചപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കാത്തതിന് എനിക്ക് ഭയങ്കര വിഷമമായി. അത് ഞാൻ ചേച്ചിയോടും വീട്ടിലെല്ലാവരോടും പറയുകയും ചെയ്തു. പിന്നെ എനിക്ക് 20 വർഷം കൊണ്ടുള്ള എൻ്റെ വെരിക്കോസ് രോഗമായിരുന്നു. അത് ഞാൻ പല ആശുപത്രികളിൽ കാണിക്കുകയും ആയുർവേദത്തിൽ കാണിക്കുകയും എല്ലാം ചെയ്തിട്ടും എൻ്റെ വെരിക്കോസിൻ്റെ ശരീരം മൊത്തം വേദനയും വെരിക്കോസിൻ്റെ ഓരോ നരമ്പുകൾക്ക് വേദനയുമായിരുന്നു. അതൊരിക്കലും വിട്ടുമാറുന്നില്ല. അവസാനം ഡോക്ടർ പറഞ്ഞ് അത് ഓപ്പറേഷൻ ചെയ്തേ മാറ്റാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യാൻ എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ വെരിക്കോസിൻ്റെ അസുഖവും എൻ്റെ ശരീരത്തിൻ്റെ വേദനയും എനിക്ക് മാറ്റിത്തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മയുടെ തൈലവും തേക്കുകയും ഉപ്പിട്ട് വെള്ളം കൊള്ളുകയും ദേഹത്ത് പിടിക്കുകയും ചെയ്തു. എൻ്റെ വെരിക്കോസിൻ്റെ അസുഖങ്ങൾ എൻ്റെ ശരീരത്തിൽ നിന്ന് നിശേഷം മാറുകയും എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ അങ്ങനെ ഒരു അസുഖയില്ല. പക്ഷേ ഏത് ജോലിയും ഞാൻ എന്ത് ജോലി പറഞ്ഞാലും എനിക്കുണ്ടാവുന്ന എന്ത് ജോലി ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് വെച്ചാൽ 10 വർഷം കൊണ്ട് ഞാൻ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഡെയിലി വേജസായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. ഈ ഡെയിലി വേജ് എന്ന് വെച്ചാൽ 5 ദിവസം അങ്ങാണേ കാണൂ. എനിക്ക് 2 പെൺമക്കളാണ്. ഭർത്താവ് സെക്യൂരിറ്റി ആയിട്ട് പ്രൈവറ്റ് ആശുപത്രി പോവുകയാണ്. ദാരിദ്ര്യവും നിവർത്തികേടും കൊണ്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ഞാൻ ജോലിക്ക് അന്വേഷിച്ചു. പക്ഷേ ഈ 5 ജോലി കൊണ്ട് എന്നും നേടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ എന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അമ്മയുടെ ഉടമ്പടിയിൽ ഞാൻ വെച്ച്, മാതാവേ എനിക്ക് ഈ ജോലി എങ്ങനെങ്കിലും ശരിയാക്കി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ഞങ്ങൾ 38 പേരുള്ളതിൽ എൻ്റെ കഴിവ് കൊണ്ടല്ല, അമ്മയുടെ കൃപയാലാണ് ഞങ്ങളൊരു 12 പേരിൽ ഒരാളായിട്ട് എന്നെ തിരഞ്ഞെടുക്കാൻ പറ്റിയതും എനിക്ക് ആ ജോലി ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ആ ജോലി കിട്ടിയത്. എൻ്റെ അമ്മയുടെ എൻ്റെ പ്രാർത്ഥന, എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിനുള്ള എല്ലാ തെളിവും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഉറക്കത്തിലായാലും ഊണിലായാലും എവിടെ പോയാലും എൻ്റെ അമ്മ എൻ്റെ കൂടെ ഇടതും വലതും മുന്നിലും പിന്നിലുമായി ഉണ്ടാകുന്ന എനിക്ക് ഒരുപാട് വിശ്വാസങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ അതിന് 3ാമത്തെ സാക്ഷി എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് ഭയങ്കരമായ ഒരു അപകടത്തിൽ നിന്ന് എൻ്റെ അമ്മ സന്ധ്യാനേരത്ത് രക്ഷപ്പെടുത്തി. കാരണം എൻ്റെ ഭർത്താവ് സൈക്കിളിലാണ് ജോലിക്ക് പോകുന്നത്. പോയിട്ട് വരുന്ന വഴിക്ക് ഒരു വയസ്സെന്നൊരച്ഛനാ കുറുക്ക് ചാടി. പക്ഷേ ആ അച്ഛൻ അങ്ങ് ഓടിപ്പോവുകയും എൻ്റെ ചേട്ടൻ ഒരു ടിപ്പർ ലോറിയുടെ അടിയിൽ പെടുകയും ഫ്രണ്ടിലത്തെ വീലിൻ്റെ അടുത്ത് തലയും എല്ലാമായിട്ട് കിടക്കുമ്പോൾ അവിടെ നിന്നവരെല്ലാം ദൈവമേ എന്ന് വിളിച്ച് കയറിയിറങ്ങുന്ന രംഗമായിരുന്നു അത്. പേടിച്ച് അലറിക്കരയുകയും ഓടിക്കൂടിയവരെല്ലാം അന്തം വിട്ടു പോയി. എൻ്റെ ചേട്ടൻ്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കാതെ എൻ്റെ അമ്മ മാതാവ് അതിൽ നിന്നും എന്നെ ചേട്ടനെ രക്ഷപ്പെടുത്തി. കാരണം ആ സന്ധ്യാനേരത്ത് ഞാൻ ആ വീട്ടിലിരുന്ന് സന്ധ്യാപ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ അമ്മ മാതാവ് എൻ്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് തന്നെ എൻ്റെ ചേട്ടൻ്റെ അടുത്ത് ചെല്ലുകയും ഒരു പോറൽ
ടയറിൻ്റെ അടിയിൽ തല കിടക്കുകയാണ്. ഒരു പോറൽ പോലും ഏൽക്കാതെ കൂടിയവരെല്ലാവരും എൻ്റെ ചേട്ടനെ അവിടെ നിന്ന് വലിച്ച് നീക്കിയാണ് എടുത്തത്. സൈക്കിൾ മൊത്തം പഞ്ചറായി. പക്ഷേ എൻ്റെ ചേട്ടൻ്റെ ദേഹത്ത് ഒരു പോറൽ പോലും ഏൽക്കാതെ എൻ്റെ അമ്മ മാതാവ് കാത്ത് സംരക്ഷിച്ചതിനും അമ്മയ്ക്കും തിരുമാരനും 1000 നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. പിന്നെ എൻ്റെ 2 വർഷം കൊണ്ട് ഞാനൊരു വസ്തു മേടിക്കാനായിട്ട് ആഗ്രഹിച്ചു. കയ്യിൽ കാശില്ല, എല്ലായിടവും പോയി നോക്കും. പക്ഷേ എൻ്റെ അടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഞാൻ അമ്മയുടെ ഉപ്പ് കൊണ്ടിട്ട്, കണ്ട വസ്തുവിനകത്ത് ഞാൻ ഉപ്പ് കൊണ്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ ഉപ്പ് കൊണ്ടിടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് ഞാൻ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ആ സ്ഥലം എനിക്ക് മേടിക്കാൻ പറ്റി. മേടിച്ച് എല്ലാം ഭംഗിയായിട്ട് ഇപ്പോൾ അതിനകത്ത് കിണറും കുഴിക്കാൻ പറ്റി. സാമ്പത്തികമായിട്ട് പൈസയൊന്നുമില്ലായിരുന്നു. എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കത് സാധിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ നമ്മൾ കാരുണ്യ പത്രം മേടിക്കും. ഇവിടുന്ന് വരുന്ന പത്രങ്ങൾ ഞാൻ ഓരോന്നും എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാണ് ഞാൻ എൻ്റെ പത്രങ്ങൾ എല്ലാവർക്കും ഞാൻ വിതരണം ചെയ്യുന്നത്. ഓരോ പത്രം കൊടുക്കുമ്പോഴും എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞ് ഓരോരുത്തർക്കും ഞാൻ കൊടുക്കും. കാരണം ഓരോ പത്രം ചിലർ കൊടുക്കുമ്പം വേണ്ട എന്ന് പറയും. ഞാൻ പറയും ഇത് എനിക്ക് ഒരുപാട് അനുഭവമുണ്ട്, എൻ്റെ ശരീരസുഖവും എൻ്റെ ഭർത്താവ് രക്ഷപ്പെട്ട കാര്യവും എല്ലാം ഞാൻ പറഞ്ഞ് ഓരോരുത്തരടുത്തും ഞാൻ പറഞ്ഞാണ് കൊടുക്കുന്നത്. പിന്നെ ആശുപത്രിയിൽ വയ്യാതിരിക്കുന്നവർക്ക് ഞാൻ ഒരു നേരത്തെ ആഹാരമെങ്കിലും മേടിച്ച് കൊടുക്കുകയും പിന്നെ അതുപോലാതെ ക്യാൻസർ രോഗിക്കും കിഡ്നി രോഗിക്കും വീട്ടിൽ ചെന്ന് കണ്ട് എന്നെക്കൊണ്ടാവുന്ന സഹായങ്ങൾ ഞാൻ പൈസയായിട്ടും എല്ലാം സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ആരും എൻ്റെ മുമ്പിൽ വന്ന് കൈനീട്ടിയാലും ഞാൻ ഒന്നും വെറുതെ വിടാറില്ല. എന്തെങ്കിലും ഒന്ന് ഞാൻ എടുത്ത് കൊടുത്തിട്ടേ പോകത്തുള്ളൂ. പിന്നെ രാവിലെയും വൈകിട്ടും മുടങ്ങാതെ ഞാൻ പ്രാർത്ഥിക്കും. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും ഞാൻ കേൾക്കും. പിന്നെ ജപമാല ഒരു ദിവസം പോലും ഞാൻ മുടങ്ങാതെ പ്രാർത്ഥിച്ചിട്ടേ ഞാൻ കിടക്കാറുള്ളൂ. ബൈബിള് 1/2 മണിക്കൂർ വായിക്കും. ചില ദിവസങ്ങളിൽ ജോലിയുടെ ബുദ്ധിമുട്ട് കൊണ്ട് അത് ചിലപ്പോൾ വായിക്കാൻ പറ്റിയില്ലെങ്കിലും പിറ്റേ ദിവസം അതിൻ്റേതും കൂടെ തികച്ച് ഞാനത് മാറ്റിയെടുത്ത് ഞാൻ വായിക്കാറുണ്ട്. ഞാനൊരു ഹിന്ദുവാണ്. ഇത്രയൊക്കെ തന്ന എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും 1000 കോടി നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. ഈശോയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറഞ്ഞതുകൊണ്ട് എൻ്റെ ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. പുറപ്പാട് 33:16 വചനമാണ്. ഇസ്രായേൽ ജനത്തെ മറ്റുള്ള ജനതകളിൽ നിന്ന് വ്യത്യസ്തമാക്കിയത് ദൈവസാന്നിധ്യമാണ്, പ്രസൻസ് ഓഫ് ഗോഡാണ്. കൃപാസനം മക്കളെയും മറ്റ് ജനതകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അവരുടെ ഉടമ്പടി ജീവിതമാണ്. പരിശുദ്ധ അമ്മ കൃപാസനം അമ്മയാണ്, നമ്മെ ദൈവസാന്നിധ്യത്തിലേക്ക് നയിക്കുന്ന അമ്മ. ഉടമ്പടി ഒരു തീരുമാന ജീവിതമാണ്. ദൈവമില്ലാത്ത തീരുമാനങ്ങൾ എടുക്കില്ല എന്നും ദൈവസാന്നിധ്യത്തിൽ ജീവിക്കുമെന്നുമുള്ളതാണ് ഒരു ആത്മീയ പ്രതിജ്ഞയാണ് ഉടമ്പടി ജീവിതം. ഉടമ്പടിയിൽ കൂടെ ഒരു ഐഡൻറ്റിറ്റിയാണ്, ഒരു തിരിച്ചറിയലാണ് നമുക്ക് ലഭിക്കുന്നത്. ഇസ്രായേൽ ജനത്തെ വേർതിരിച്ചറിഞ്ഞത് ദൈവസാന്നിധ്യത്തിൽ കൂടിയാണ്. മരിയൻ ഉടമ്പടിയിൽ ഞാൻ ദൈവത്തിൻ്റെതാണ് എന്ന് ഒരു തിരിച്ചറിവിലാണ്. ബിന്ദു എന്ന മകളും ആ മകളുടെ സാക്ഷ്യവും ദൈവജനം ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിലെ ഒരു തിരിച്ചറിവാണ്. എല്ലാ മക്കളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത് അവരുടെ ജീവിത രീതികളാണ്. ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കൾ ഓരോരുത്തരും ദൈവ സാന്നിധ്യമാണ് അവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കുന്നതും ദൈവത്തിൻ്റെ സംരക്ഷണവും സാന്നിധ്യവും കാരുണ്യവും സ്നേഹവുമാണ് ഓരോ ദിവസവും ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ദൈവാനുഭവത്തിൽ നമ്മൾ ഇവിടെ സാക്ഷ്യം കേൾക്കുന്നത്. ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാകട്ടെ. ഈ മകൾ പറഞ്ഞ സാക്ഷ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്, ഈ മകൾ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ഉടമ്പടിയെപ്പറ്റി അധികം അറിവില്ലായിരുന്നു. പക്ഷെങ്കിൽ ചേച്ചി ഉടമ്പടി എടുക്കാൻ നിർബന്ധിച്ചപ്പോഴും ഈ മകൾ താല്പര്യമില്ലാതെ അമ്മയുടെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോഴാണ് പരിശുദ്ധ അമ്മ തന്നെ ഈ മകളുടെ അടുത്തേക്ക് ചെല്ലുകയായിരുന്നു. സുഗന്ധാഭിഷേകത്തിൻ്റെ ആ മാതാവിൻ്റെ ഒരു പ്രസൻസാണിവിടെ. ആദ്യമായിട്ട് തന്നെ ഈ മകൾക്ക് കൊട്ടയിൽ നിറച്ച ഒരു മുല്ലപ്പൂവിൻ്റെ മണമാണ്. അതാണ് സുഗന്ധാഭിഷേകം. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ പ്രസൻസാണ് ഈ മകൾക്ക് ഉടമ്പടി ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ പടി.
അങ്ങനെയാണ് പിന്നീട് ഈ മകൾക്ക് ആ അനുഭവത്തിൽ നിന്ന് പിന്നീടുള്ള ഒരു വലിയൊരു ആഗ്രഹമാണ് ഉടമ്പടി എടുക്കണം എന്നുള്ളത്. പിറ്റേ മാസം തന്നെ ഈ മകൾ തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയായിരുന്നു. 20 വർഷമുണ്ടായിരുന്ന വെരിക്കോസിൻ്റെ അസുഖമായിരുന്നു. പല ട്രീറ്റ്മെൻറ്റും ചെയ്തു, സർജറി വരെ പ്രിസ്ക്രൈബ് ചെയ്തു. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ആ രോഗം പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുകയായിരുന്നു. 10 വർഷത്തോളം ഈ മകൾ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഡെയിലി വേജറായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. പലപ്പോഴും ആഗ്രഹിച്ചൊരു നല്ല ഒരു പെർമനൻറ്റ് ജോലിക്ക് വേണ്ടിയിട്ട് ആ മകൾ പ്രാർത്ഥിച്ചത് ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി നിയോഗമായിട്ട് സമർപ്പിച്ചത് ഒരു പെർമനൻറ്റ് ജോബിന് വേണ്ടിയിട്ടാണ്. സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഈ മകളുടെ പ്രാർത്ഥന കേട്ടു. 10 വർഷം പ്രാർത്ഥിച്ചിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ മകളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റമാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ് ഈ മകൾ പറഞ്ഞത്. കാരണം 38 പേരുണ്ടായിരുന്നു, അവരിൽ 12 പേരെയാണ് സെലക്ട് ചെയ്തത്. അതെൻ്റെ മെറിറ്റ് കാരണമല്ല, ദൈവത്തിൻ്റെ ഒരു കൃപ കാരണമെന്നാണ് അക്രൈസ്തവരായ ഈ മകളുടെ സാക്ഷ്യത്തിൽ നിന്ന് ഇവരെ വ്യത്യസ്തരാക്കുന്ന, മറ്റ് ജനതകളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് ആ ദൈവിക വിശ്വാസമാണ്. ഉടമ്പടി എടുത്ത ഉടനടി ഇവരുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും ലഭിക്കണമെങ്കിൽ അത്രമാത്രം ദൈവത്തെ സ്നേഹിച്ചിരിക്കുന്നുണ്ട്. അമ്മയോടും ഈശോയോടും ചേർന്ന് നിന്നപ്പോഴാണ് ഇതെൻ്റെ ഗ്രേസ്, ഇതെൻ്റെ മെറിറ്റല്ല, ദൈവത്തിൻ്റെ ഒരു കൃപയാണ് എന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഈ മകളുടെ ജീവിതത്തിൽ ഇടപെട്ട് 10 വർഷം കിട്ടാതിരുന്ന ഒരു ജോലി, സർക്കാർ ജോലി, ഗവൺമെൻറ് ജോലി തന്നെയാണ് ഉടമ്പടി എടുത്ത ഉടനെ ഈ മകൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ജോലി നൽകി ദൈവം അനുഗ്രഹിച്ചത്. ഒരു സ്ഥലം വാങ്ങാനായിട്ട് 2 വർഷത്തോളം നോക്കി നടന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് ഇവിടെ നിന്ന് ലഭിച്ച നേർച്ച വസ്തുക്കളായി ഉടമ്പടി ഉപ്പാണ് ഇട്ട് പ്രാർത്ഥിച്ചത്. ആ വസ്തുവും വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈ മകൾക്ക് വാങ്ങുവാൻ സാധിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണവും സ്ഥലം കിട്ടാത്തതിൻ്റെ കാരണവുമായിട്ട് 2 വർഷത്തോളം നീണ്ടു നിന്നത് ഉടമ്പടി എടുത്ത ഉടനടി ഈ മകൾക്ക് ലഭിക്കുകയാണ് ഉണ്ടായത്. മാതാവിൻ്റെ സംരക്ഷണം. ഹസ്ബൻഡിന് ആക്സിഡൻറ്റിലായപ്പോൾ സൈക്കിളാകെ പോയി. പക്ഷെങ്കിൽ ഹസ്ബൻഡ് ഒന്നും സംഭവിക്കാതെ നല്ലതുപോലെ ഈശോയും അമ്മയും കയ്യിൽ പിടിച്ചതുപോലെ സംരക്ഷിച്ചതിൻ്റെ ഒരു വലിയ ഒരു സാക്ഷ്യമാണ് ഈ മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. കാരുണ്യ പ്രവർത്തികളായിട്ട് മറ്റുള്ളവരോട് സ്വന്തം അനുഭവങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ അറിയാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനുമുള്ള ഈ മകളുടെ തീഷ്ണതയാണ് ഒരുപക്ഷെ ഈശോയും അമ്മയും എത്രയും പെട്ടെന്ന് ഉടമ്പടി എടുത്ത ഉടനെ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയും ഇവരെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാക്കുകയും ചെയ്തത്. ആത്മീയ ജീവിതത്തിൽ ജപമാലയും ബൈബിൾ വായനയും എല്ലാം ഈ മകൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എല്ലാം പഠിച്ചത്. അതും വളരെ തീഷ്ണതയോടെ, വിശ്വസ്തയോടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിൽക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ മകൾ മറ്റുള്ളവരിൽ നിന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഉടമ്പടി എടുത്ത മകളാണ് എന്ന്. അങ്ങ് ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാവരും ജനതകളിൽ നിന്നും വ്യത്യസ്തരായിരിക്കുമെന്ന് പറയുന്നത് ഉടമ്പടി ജീവൻ നയിക്കുന്ന മക്കളും അതുപോലെ തന്നെയാണ്. അവരിലുള്ള വ്യത്യസ്തതയാണ് ഉടമ്പടി ജീവിതമാണ്. നമ്മുടെ ജീവിതത്തിലും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന് നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ വിശ്വാസത്തോടെ, കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് മുന്നോട്ട് നയിക്കാം. ബിന്ദു തമ്പിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശുവേ. പേര് ജിനി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കുഴൂർ മേരി ഇമ്മാക്കുലേറ്റ് ചർച്ച് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ UK-യിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് നിന്ന് സാക്ഷ്യം പറയുന്നതിനെ അനുഗ്രഹിച്ച ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഒരുപാട് നന്ദി. ഞാൻ കൃപാസനത്തെക്കുറിച്ചിട്ട് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഉടമ്പടി എടുക്കുന്നത് ഇന്നാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഓൺലൈൻ ഉടമ്പടി മുന്നേ എടുത്തായിരുന്നു. പരിശുദ്ധ അമ്മ വഴി എനിക്ക് ലഭിച്ചൊരു ജോലി ലഭിച്ചൊരു സാക്ഷ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ 2022 മെയ്യിലാണ് ഞാൻ സ്റ്റുഡൻറ്റ് വിസയിൽ UK-യിൽ പോകുന്നത്. അവിടെ ചെന്ന് MSc ബയോമെഡിക്കൽ സയൻസാണ് ഞാൻ പഠിച്ചത്. ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഞാൻ 2 വർഷത്തെ PSW എടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സ്പോൺസർഷിപ്പ് വേണമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ പ്രൊഫഷനിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു രജിസ്ട്രേഷൻ ആവശ്യമുണ്ടായിരുന്നു. HCBC എന്ന് പറഞ്ഞിട്ടുള്ളൊരു രജിസ്ട്രേഷൻ. ആ രജിസ്ട്രേഷൻ എടുത്ത് എനിക്ക് ആ സമയത്ത് ഒരു റിസർച്ച് ലാബിൽ ജോലി കിട്ടിയായിരുന്നു. പക്ഷെ അതൊരു ടെമ്പററി ജോബായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും വെച്ച്
ഞാൻ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട്. NHSലാണ് ഞാൻ മെയിനായിട്ട് നോക്കിയിരുന്നത് ജോലി. എനിക്കൊരു 8-9 ഇൻ്റർവ്യൂസൊക്കെ വന്നു. പക്ഷേ എനിക്കൊന്നിലും സെലക്ഷൻ കിട്ടിയില്ല. അപ്പം ഞാൻ ആ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ യൂട്യൂബിലൊരു സാക്ഷ്യം കേൾക്കാനിടയായി. യൂട്യൂബിലെ സാക്ഷ്യം ഒരു UK തന്നെയുള്ളൊരു ചേച്ചിയുടെ ആയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാനിങ്ങനെ കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. പ്രാർത്ഥന കൂടുതൽ, അതായത് ജപമാല ഒക്കെ ആ സമയത്ത് കുറവായിരുന്നു ചെല്ലുന്നത്, അതൊക്കെ കൂടുതൽ ചൊല്ലാൻ തുടങ്ങി. സാക്ഷ്യം കേട്ടുകൊണ്ട് തന്നെ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എനിക്കൊരു ബയോമെഡിക്കൽ സയൻറ്റിസ്റ്റിൻ്റെ പോസ്റ്റ് കണ്ടു. ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് അതിന് ഇൻ്റർവ്യൂ കിട്ടി. എനിക്കൊരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇൻ്റർവ്യൂവിന് എത്താൻ വേണ്ടിയിട്ട്. പോകുന്ന വഴി ഫുള്ള് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. സാധാരണ പോകുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻസ് റിവൈൻഡ് ചെയ്യുക ചെയ്യാറ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഫുൾ ടൈം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. മാതാവിനോട് ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചുള്ളൂ, എന്നോട് എൻ്റെ എക്സ്പീരിയൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ത് വേണമെങ്കിലും ചോദിച്ചോ, വേറെ ഒന്നും ചോദിക്കരുത്. അവിടെ ചെന്നു അത്ഭുതം എന്നോട് ഞാൻ എന്ത് ചോദിക്കാൻ പറഞ്ഞു അത് മാത്രം ചോദിച്ചു. എനിക്ക് ഇൻ്റർവ്യൂ സെലക്ഷൻ കിട്ടി. അവിടെ ഞാൻ ജോലിക്ക് കയറി. സ്പോൺസർഷിപ്പ് അവർ എനിക്ക് തരാമെന്ന് പറഞ്ഞു. പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരുന്നു 3 മാസം. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു എനിക്ക് മാതാവ് വഴി ജോലി കിട്ടി. വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു. ഞാനിവിടെ വന്ന് ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇവിടെ വന്ന് മാതാവിനോട് നന്ദി പറയണം. ഹസ്ബൻഡിന് വിശ്വാസമൊക്കെ കുറവായിരുന്നു, എന്നാലും എന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് അതുപോലെ തന്നെ തിരിച്ചു പോയി. പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിവിടെ വന്ന് ചൂട് ഒട്ടും പറ്റണില്ല. പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി. ഞാൻ അവിടെ ചെന്നു. ഞാൻ ലീവ് ചെന്ന് കഴിഞ്ഞപ്പോൾ മാനേജറുടെ അടുത്ത് എൻ്റെ വിസയുടെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നു. അപ്പോൾ എന്നോട് മാനേജർ പറഞ്ഞു, HR പറഞ്ഞത് ആ സമയത്ത് UK വിസ റൂൾസ് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ടായിരുന്നു. സാലറി ത്രഷോൾഡൊക്കെ ഒത്തിരി കൂട്ടിയേക്കുമായിരുന്നു സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് സ്പോൺസർഷിപ്പ് തരണം എന്നുണ്ടെങ്കിൽ എനിക്ക് തരുന്നതിനും ഒരു 10,000 pounds എക്സ്ട്രാ ഒരു പേ ചെയ്യണം. അതിനവർ വില്ലിങ് അല്ല. അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വിസ ഉള്ളിടത്തോളം കാലം ഇവിടെ നിൽക്കാം, അത് കഴിഞ്ഞ് എനിക്ക് പോവാം അങ്ങനെ പറഞ്ഞു. ഞാനപ്പോൾ കംപ്ലീറ്റ് തകർന്നു പോയി. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം എനിക്കിനി 5 മാസം കൂടിയാണ് എനിക്കിനി ഉള്ളൂ. അതിനുള്ളിൽ എനിക്കൊരു ജോലി കണ്ടുപിടിക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് എനിക്ക് മാതാവ് തന്ന ആ അനുഗ്രഹത്തിനെ കൂടുതൽ പേരിലേക്ക് സാക്ഷ്യപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ ഉടമ്പടി എടുത്ത് എൻ്റെ ജീവിതം ആത്മീയമായിട്ട് കൂടുതൽ നന്നാക്കുന്നതിന് പകരം ഞാൻ ചെയ്തെന്താണെന്ന് എനിക്കറിയാം. അപ്പോൾ എൻ്റെ തെറ്റെനിക്ക് മനസ്സിലായി. അപ്പോൾ ആ സമയം തന്നെ ഞാൻ ഉടമ്പടി എടുക്കാൻ ശ്രമിച്ചു. കൂടുതൽ വേറെ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് തന്നെ എനിക്ക് എൻ്റെ ഒരു മെറിറ്റിൽ എനിക്ക് യാതൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഹസ്ബൻഡും പറഞ്ഞു നിന്നെക്കൊണ്ട് ഇതൊന്നും സാധിക്കില്ല, വേണ്ടാത്ത പണി വാങ്ങിച്ചു വയ്ക്കരുത്. പക്ഷേ ഞാൻ എന്നിട്ട് എനിക്ക് ആ സമയത്ത് വചനങ്ങളിൽ കിട്ടുന്നത് മൊത്തം കൃപാസനത്തെക്കുറിച്ചിട്ടും ഉടമ്പടിയെ കുറിച്ചിട്ടൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഉടമ്പടി എടുക്കാം. അങ്ങനെ ഞാൻ എടുക്കാൻ നോക്കി. ആദ്യത്തെ പ്രാവശ്യം എനിക്ക് എന്തോ ഓൺലൈൻ ഇഷ്യൂ കാരണം കൊണ്ട് പറ്റിയില്ല. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. മാതാവ് ഉപേക്ഷിച്ചു. അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ഞാൻ കുമ്പസാരിച്ചിട്ട് ഒത്തിരി നാളായി. പ്രാർത്ഥനാ ജീവിതം ഒന്ന് ട്രാക്കിലായതാണ്, പിന്നെയും താളം തെറ്റി. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ എന്നിട്ട് കുമ്പസാരിച്ച് ഞായറാഴ്ച ഒരു ദിവസം ഏപ്രിൽ 4 ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഒരുങ്ങി വന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു. അപ്പോൾ എനിക്ക് അച്ഛൻ്റെ നമ്മുടെ ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ ഒരു സന്ദേശം കിട്ടുമല്ലോ, അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് പകുതി ശ്വാസം അതായത് എനിക്കൊരു ഭയങ്കര റിലീഫായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ. അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. കാരുണ്യ പ്രവർത്തികളായിട്ട് വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് അഗതി മന്ദിരത്തിലും വൃദ്ധസദനത്തിലൊക്കെ പൈസ കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ആത്മീയമായിട്ട് ഞങ്ങൾ കുടുംബ പ്രാർത്ഥന അല്ലെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് സ്പീഡിൽ കുടുംബ പ്രാർത്ഥന എത്തിച്ച് തീർക്കാൻ നോക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എക്സ്ട്രാ സമയം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ മാറ്റിവെച്ചു. അതായത് പലവിധ സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു മണിക്കൂർ ഞങ്ങൾ പ്രാർത്ഥനയിൽ സമയം കണ്ടെത്തി ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ ബൈബിൾ വായിക്കാറുണ്ടായിരുന്നു. സന്ധ്യപ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന എല്ലാം ചെയ്തു. അച്ഛൻ്റെ ഡെയിലി ബ്രെഡൊക്കെ കണ്ട് സ്റ്റാറ്റസ് ഇടുമായിരുന്നു. അങ്ങനെ ഞാൻ എന്നിട്ട് സാക്ഷ്യങ്ങൾ എനിക്ക് കേൾക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അടയാളം ചോദിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം എനിക്ക് എന്തായാലും ഒരു സ്ട്രോങ് എവിഡൻസ് വേണം, ഞാൻ മാധവനോട് പറഞ്ഞു.
അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലൊരു അഡ്വർടൈസ്മെൻറ്റ്, എൻ്റെ പ്രൊഫഷൻ തന്നെ ബയോമെഡിക്കൽ സയൻറ്റിസ്റ്റ്. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ അതെടുത്ത് നോക്കിയപ്പോൾ പക്ഷേ വേറൊരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു, മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെയും നിരാശയായി. എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ വിത്തിൻ 2 days ആ സെയിം ഹോസ്പിറ്റലിൽ തന്നെ ബയോകെമിസ്ട്രിക്ക് ഒരു വേക്കൻസി ഓപ്പണായി. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് മാതാവ് എന്നോട് പറഞ്ഞു, ഇത് നിനക്കുള്ള ജോലിയാണ്. ഞാൻ അപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞു, കാരണം എനിക്കൊരു തെളിവ് വേണമല്ലോ, ഞാൻ ഇതിന് അപ്ലൈ ചെയ്യാൻ പോവാണ്, എനിക്ക് ജോലിക്ക് എന്തായാലും ഇൻ്റർവ്യൂ കോൾ വരും, നോക്കി വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ തന്നെ ഇൻ്റർവ്യൂ കോൾ വന്നു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട്, അതൊരു ഐലൻഡായിരുന്നു, UK തന്നെയുള്ള ഒരു ഐലൻഡായിരുന്നു. ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ലായിരുന്നു. കാരണം ഞാൻ കറൻ്റ്ലി വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് സ്റ്റാഫിന് ഷോർട്ടേജ് ഉള്ളത് കൊണ്ട് എനിക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു സിക്ക് അടിക്കാം, സിക്ക് എടുത്തിട്ട് നോണ പറഞ്ഞ് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അല്ല, ഞാൻ ഉടമ്പടിയിലാണ്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാവ് തരാനിരിക്കുന്ന അനുഗ്രഹം കൂടി എനിക്ക് തരില്ല. അങ്ങനെ ഞാൻ മാനേജറുടെ അടുത്ത് പോയി സംസാരിച്ചു. മാനേജർ എന്നോട് പറഞ്ഞു 1 മണിക്കൂർ നീ റിലീവ് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ജോലി സ്ഥലത്ത് തന്നെ ഇരുന്ന് ഓൺലൈനിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എൻ്റെ കയ്യിലൊരു കൃപാസനത്തിലെ പത്രം ഉണ്ടായിരുന്നു. ഞാൻ ആ പത്രം എൻ്റെ സൈഡിൽ നിവർത്തി വെച്ച് മാതാവിനെ പിടിച്ച് ഇരുന്നത്, ഉപ്പെടുത്ത് അവിടെ വിതറി പ്രാർത്ഥിച്ചു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂവിൻ്റെ അന്ന് ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നമ്മളിപ്പോൾ എന്താ ഈ ഒരു പർട്ടിക്കുലർ ജോബ് എടുക്കാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് റീസൺ ഉണ്ടോ, ഈ ഒരു ഹോസ്പിറ്റൽ എടുക്കാനായിട്ട് എന്തെങ്കിലും റീസൺ ഉണ്ടോ, സ്ഥലം എടുക്കാൻ റീസൺ ഉണ്ടോ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പോൾ എന്നോട് ചോദിച്ചു ഈ ഒരു ഹോസ്പിറ്റൽ എടുക്കാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു ഹോസ്പിറ്റലാണിത്, ഒരു മരിയൻ ഭക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്കിവിടെ ജോലി കിട്ടുകയാണെങ്കിൽ എനിക്കത് ഭയങ്കര സന്തോഷമായിരിക്കുന്നു, ഞാനത് പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂ ഒക്കെ സ്മൂത്തായിട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് ട്യൂസ്ഡേ എനിക്ക് അവർ ഔട്ട്കം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെപ്പോഴും അപ്പോൾ ഒരു പോസിറ്റീവ് മൈൻഡായിരുന്നു. ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എന്തായാലും കിട്ടും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ചൊവ്വാഴ്ചയും കൂടിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് ഞാൻ അതിന് മുന്നേ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വണക്കമാസം മാതാവിൻ്റെ മാസമായിട്ടുള്ള മെയ് 30 മുൻപ് തന്നെ എനിക്കൊരു ഡിസിഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മെയ് 24 അവരെന്നെ ഫോൺ ചെയ്യുന്നത്. അവർ എന്നെ ഔട്ട്കം പറയുമെന്ന് പറഞ്ഞ ആ ദിവസം മൊത്തം ഞാൻ മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള ഒരു വചനം ഉരുവിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ മാതാവിനോട് വീട്ടിൽ നിന്ന് ഇറങ്ങണേക്ക് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു, എവിടെ വെച്ചാണോ എന്നെ അവർ വിളിച്ച് പറയണേ അവിടെ നിന്ന് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ മുട്ടുകുത്തിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെന്നെ വിളിച്ചു. എനിക്ക് ആ ഒരു ജോലിക്ക് സെലക്ഷൻ കിട്ടി. എനിക്ക് അവർ സ്പോൺസർഷിപ്പ് തന്നു. ഇപ്പം ഞാനവിടെ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ ഞാനൊരു ബയോമെഡിക്കൽ സയൻറ്റിസ്റ്റായിട്ട് ഞാൻ വിചാരിച്ച ഒരു സെക്ഷനിൽ തന്നെ ഞാൻ വർക്ക് ചെയ്യുവാണ്. പരിശുദ്ധ അമ്മയും ഈശോയും കൂടി എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിനും തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ കൊച്ചിനെ കുറിച്ചിട്ടാണ്. എൻ്റെ മോളുടെ പേര് കാതറിൻ. അവൾ നാട്ടിലാണ്, ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഭയങ്കര വാശിയും പിന്നെന്താ പറയുക, ഞങ്ങൾ കൂടെ ഇല്ലാത്ത കാരണം കൊണ്ട് സ്കൂളിൽ പോകാനൊക്കെ ഒത്തിരി മടിയായിരുന്നു. സ്കൂളിൽ പോയാൽ തന്നെയും ക്ലാസ്സിൽ പറയുന്നത് ഇപ്പോൾ ബാക്കിയുള്ള പിള്ളേരോട് പറയുന്നത് ഇവൾ കേൾക്കില്ല. ടീച്ചറൊക്കെ പറഞ്ഞു അടുത്ത പ്രാവശ്യം എന്തായാലും ഇവൾ എൽ കെ ജി ആയിരുന്നു, LKG തന്നെ ഇരുത്തിയാൽ മതി, കാരണം അക്ഷരങ്ങളൊന്നും അറിയാൻ പാടില്ല. പിന്നെ ഒരുപാട് ദിവസം സിക്കായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. അത് കാരണം കൊണ്ട് അവൾക്കൊന്നും അറിയത്തില്ല. ബാക്കിയുള്ള പിള്ളേരെ പോലെ അല്ല അവൾ ബിഹേവ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾക്കത് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ വർഷം ഞങ്ങൾ സ്കൂൾ അവളുടെ മാറ്റി. ഞാൻ ഉടമ്പടിയിൽ വെച്ച് അവൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ അവൾക്കും അവളുടെ പ്രായത്തിലുള്ള എല്ലാ കുഞ്ഞു മക്കൾക്കും വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു റിസൾട്ട് എന്നോണം ഇപ്പോൾ അവൾക്ക് സ്കൂളില്ലാത്ത ദിവസം സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത്. പിന്നെ അതുപോലെ തന്നെ എല്ലാ സബ്ജക്റ്റിനും ഫുൾ മാർക്ക്, അതുപോലെ തന്നെ ഒരു സ്കോളർഷിപ്പ്, ടാലൻറ്റ് ഗവൺമെൻറ് ഒരു സ്കോളർഷിപ്പിൽ ഡിസ്ട്രിക്ട് ലെവലിൽ A+ ഗ്രേഡ് കിട്ടി. പിന്നെ കളർ കോമ്പറ്റീഷൻ ദീപികയുടെ സ്കൂൾ വിന്നറായിരുന്നു. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. പരിശുദ്ധ അമ്മമാതാവും ഈശോയും കൂടി ഞങ്ങളുടെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ
1000 നന്ദി പറഞ്ഞ് ഞങ്ങളുടെ സാക്ഷിയോടെ സമർപ്പിക്കുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അവർ ഡെയിലി ബ്രെഡ് അച്ഛൻ്റെ എല്ലാ ദിവസവും കണ്ട് സ്റ്റാറ്റസ് ഇടാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. ഉടമ്പടി ധ്യാനം എനിക്ക് എല്ലാ ട്യൂസ്ഡേയും തന്നെ കാണാൻ പറ്റിയില്ലെങ്കിലും സമയമെടുത്ത് കണ്ടിട്ട് അത് ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഓൺലൈനിൽ ഞാൻ ഒരു ഒക്ടോബറിൽ മാത്രമാണ് എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ഇംഗ്ലീഷിൽ ഡൗൺലോഡ് ചെയ്തിട്ട് എൻ്റെ അവിടുത്തെ കൊളീഗ്സിന് അയച്ചു കൊടുത്ത് അവരോട് ഞാൻ ഇവിടുത്തെ കൃപാസനത്തെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു ഞങ്ങൾക്ക് നൽകിയ അനുഗ്രഹത്തിന്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് 29-ാം അധ്യായം 14-ാം തിരുവചനം. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങളെന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ദൈവമായ കർത്താവിൻ്റെ ഒരു വലിയ വാഗ്ദാനമാണ് നാം ഉടമ്പടിയെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ നിവൃത്തിയാകുന്ന ഒരു പുണ്യ കാര്യമാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ജിനി പോൾ എന്ന ഈ സഹോദരി മെഡിക്കൽ സയൻറ്റിസ്റ്റ് ആവാൻ കടന്നു പോകേണ്ടി വന്ന പല കടമ്പകളെയും അവിടെ പരിശുദ്ധ അമ്മ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് മകളെ അനുഗ്രഹിച്ച സഹായിച്ച ഈശോയിൽ നിന്ന് വളരെയധികം അനുഗ്രഹങ്ങൾ പ്രാപിച്ചു കൊടുത്ത ഒരു വലിയ സാക്ഷ്യമാണിത്. ഈ മകൾക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ തോന്നിയിട്ടും തോന്നാതെ ചെയ്യാതെ തിരിച്ചുപോയി. അവിടെ ചെന്നപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ പരിശുദ്ധ അമ്മ തന്നെ വിളിക്കുന്നു, ക്ഷണിക്കുന്നു എന്നൊക്കെയുള്ള ഒരു തോന്നലിൽ ഈ മകൾക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനുള്ള പ്രചോദനം ഉണ്ടാവുകയും ഓഫ്ലൈനിൽ നാം തീർത്ഥാടക ഉടമ്പടി എടുത്ത് എങ്ങനെയാണോ ഇവിടെ പ്രാർത്ഥിക്കുന്നതും പ്രവൃത്തികൾ ചെയ്യുന്നതും പ്രാർത്ഥനകൾ ചെയ്യുന്നതെല്ലാം തന്നെ ഈ മകൾ പ്രേക്ഷിത പ്രവർത്തനമായും കാരുണ്യ പ്രവൃത്തികളായും കൃത്യമായി അത് ചെയ്യാനുള്ള ഒരു വലിയ മനസ്സ് മകൾക്കുണ്ടായി. അത് കൃത്യമായി ചെയ്യുകയായിരുന്നു. പരിശുദ്ധ അമ്മ കൂടെ നടന്ന് സഞ്ചരിച്ച സഞ്ചാരി മാതാവിൻ്റെ ഒരു സാക്ഷ്യമാണിത്. മകൾക്ക് സമയച്ചുരുക്കത്തിലാണ് ആ ഒരു വലിയ ജീവിതഭാരം. എത്ര തന്നെ ബുദ്ധിയുണ്ടെന്ന് പറഞ്ഞാലും എത്ര തന്നെ കാലിബറുള്ള ആളുകളായാലും ഒരു പരീക്ഷണഘട്ടം തന്നെയാണ്. അതിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു ടണലിലൂടെ കടന്നു പോകുന്ന എക്സ്പീരിയൻസ് എപ്പോഴും ഉണ്ടാകും. അതാണ് പരീക്ഷ. അതുകൊണ്ട് ഈ മകൾക്ക് അങ്ങനെയുള്ളൊരവസരത്തിൽ ഇൻ്റർവ്യൂസും പരീക്ഷകളുമെല്ലാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇവിടുത്തെ കൃപാസനം പത്രവും നിറച്ച വസ്തുക്കളായ ഉപ്പും എല്ലാം കൈപിടിച്ചു പോയപ്പോഴുണ്ടായിരുന്ന ഒരു അപാര ധൈര്യം ഈ മകൾക്കുണ്ടായി. ഞാൻ ഉടമ്പടി ചെയ്തത് അങ്ങയെ സ്നേഹിക്കാനാണ്, അങ്ങയെ സാക്ഷ്യപ്പെടുത്താനാണ്, അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്താനാണെന്നെല്ലാം നാം ഒരു വാക്ക് ഈശോയ്ക്ക് കൊടുത്താലാണ് നമ്മുടെ ഈശോ നമ്മിൽ വളരെ പെട്ടെന്ന് പ്രവർത്തിക്കാനായി പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നത്. നമുക്കറിയാം, ദൈവവചനം അനുസരിച്ച് ജീവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരനും എന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ എന്നൊക്കെ ഈശോ ചോദിക്കുന്നതിൻ്റെ ഒരു ഉത്തരമാണ്. അവിടുന്ന് പറയുന്നത് പോലെ ചെയ്യുക എന്നാണ് പരിശുദ്ധാമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇവരൊക്കെയാണ് ഈശോയുടെ വചനം അതനുസരിച്ച് ജീവിക്കുന്നവരാണ് ഈശോയുടെ അമ്മയും സഹോദരനും എന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വിശ്വാസിയാകാൻ ഒരു സാധാരണ സൺഡേ കാറ്റഗിസം മാത്രം മതി, പക്ഷേ ഒരു സാക്ഷിയാകാൻ നമുക്ക് സുവിശേഷം അറിയണം എന്ന് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കെപ്പോഴും സുവിശേഷത്തിന് സാക്ഷികളായിരിക്കാം. ക്രിസ്തു എന്നിൽ രൂപപ്പെടുകയും ക്രിസ്തു കൈമാറ്റം നടത്തുകയും ചെയ്യാനുള്ള ഒരു വലിയ ഉടമ്പടി ജീവിതത്തെ നമുക്ക് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു നല്ല മിഷണറിയായി UK ജീവിക്കാൻ ഈ കുടുംബത്തിന് സാധിക്കട്ടെ. ജിനിക്കും കുടുംബത്തിനും ലഭിച്ച